നിങ്ങൾക്ക് ഈ സൗണ്ട്സ്കേപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റോറി പറയാം. സോ ദർ വാസ് എ പേഴ്സൺ ഹു വാസ് നെയിംഡ് ആസ് ബെർണി ക്രോസ്. അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പാഷനേറ്റ് ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു. അതായത് ബേർഡ്സിനെയൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ ബെർണി ക്രോസ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കൺ മെഡോസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ റെഗുലർലി വിസിറ്റ് ചെയ്യായിരുന്നു അദ്ദേഹത്തിന്റെ പാഷന്റെ പുറത്ത്. ആൻഡ് ഹി വാസ് ഹാവിംഗ് എ അനലോഗ് റെക്കോർഡർ. ആ അനലോഗ് റെക്കോർഡർ അദ്ദേഹം ക്യാരി ചെയ്യുന്നു. എന്നിട്ട് ഈ ഫോറസ്റ്റിൽ പോകുന്നു, ആ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇത് ഒരു ദിവസം മാത്രം ചെയ്തിരുന്ന പ്രോസസ് അല്ല. ഹി ഹാസ് കണ്ടിന്യൂഡ് ദിസ് പ്രോസസ് ഫോർ സോ മെനി ഇയേഴ്സ്. ഒരു 5 to 10 years അദ്ദേഹം ഈ റെക്കോർഡർ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നിയർ ബൈ ഫോറസ്റ്റ് ലിങ്കൺ മെഡോസിൽ പോകുന്നു, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. തിരിച്ച് അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ വരുന്നു, ഈ സൗണ്ടിനെ അനലൈസ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് എത്ര എത്ര ആനിമൽസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ബേർഡ്സ് കോൾ ചെയ്യുന്ന അദ്ദേഹം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ഹി ഹാസ് കണ്ടിന്യൂഡ് ദിസ് ഫോർ എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗിൽ ബേർഡ്സ് മാത്രമല്ല, സോ മെനി ആനിമൽസ് കോൾസ് ഗോട്ട് ഓൾസോ റെക്കോർഡഡ്. ഇനി ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു 5 to 10 years ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് കുറേ അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട് കേട്ടോ. ദർ വാസ് സം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ദാറ്റ് ഹാപ്പൻഡ്. അതായത് അനലോഗ് റെക്കോർഡേഴ്സ് നിന്ന് ഡിജിറ്റൽ റെക്കോർഡേഴ്സിലോട്ടുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇനിഷ്യലി യൂസ് ചെയ്തിരുന്ന ആ റെക്കോർഡർ തന്നെ കൊണ്ടുപോയിട്ടായിരുന്നു ഈ സൗണ്ട് റെക്കോർഡ് ചെയ്തിരുന്നത്. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 5 years അദ്ദേഹം ഈ അനലോഗ് റെക്കോർഡർ കൊണ്ടും പിന്നുള്ള 5 years ഡിജിറ്റൽ റെക്കോർഡേഴ്സ് കൊണ്ടും ആണ് അത് മെഷർ ചെയ്തിരുന്നെങ്കിൽ വി കനോട്ട് കമ്പയർ ദ ഡേറ്റ. ഡേറ്റ കമ്പാരിസൺ ഇസ് ഓൺലി പോസിബിൾ ഇഫ് ദ സെയിം ഡിവൈസ് ഇസ് ബീങ് കണ്ടിന്യൂസ്ലി യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോ നമുക്ക് അതുപോലെ കുറെ സൗണ്ട് ഡേറ്റ യൂസ് ചെയ്യാതെ, പഴയ സൗണ്ട് ഡേറ്റാസ് ഒക്കെ യൂസ് ചെയ്യാതെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. കാരണം അത് അവർ ടെക്നോളജി ഹാസ് അഡ്വാൻസ്ഡ്. പക്ഷെ അദ്ദേഹം ആ ഒരു സെയിം റെക്കോർഡർ കൊണ്ട് ഈ സൗണ്ടിനെ റെക്കോർഡ് ചെയ്തു. അത് കൂടാതെ ലിങ്കൺ മെഡോസിൽ വേറൊരു ചേഞ്ച് കൂടെ ആ സമയത്ത് സംഭവിച്ചു. എന്താണെന്നറിയാമോ? സെലക്ഷൻ ഫില്ലിംഗ് ഹാസ് ഹാപ്പൻഡ്. ഈ സെലക്ഷൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ലിങ്കൺ മെഡോ ഫോറസ്റ്റിനെ നമുക്ക് പാച്ച് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഓരോ പാച്ചിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ട്രീ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഒരു പ്രോസസ്സ് ആ ഫോറസ്റ്റിൽ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിൽ വിഷ്വലി ദർ വിൽ ബി നോ ഡിഫറൻസ്. നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ട്രീസ് കട്ട് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദർ വാസ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് റിസൾട്ട് ദാറ്റ് ഈസ് ബീങ് ഒപ്റ്റെയിൻ ഇൻ ഹിസ് റെക്കോർഡിംഗ്. അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് ഡേറ്റയിൽ നിന്ന് നമുക്കൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. എന്താണെന്നറിയാമോ? ഇനിഷ്യലി റെക്കോർഡ് ചെയ്ത സമയത്ത് കുറെ ആനിമൽസിന്റെ സൗണ്ട്സ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പക്ഷെ ഗ്രാജുവലി ദേ ഗോട്ട് ഡിസപ്പിയർഡ്. പിന്നെയുള്ള റെക്കോർഡിംഗ് ഡേറ്റയിൽ ആ ആനിമൽസിന്റെ സൗണ്ട് കിട്ടുന്നില്ല. സോ ഇറ്റ് വാസ് സം കൈൻഡ് ഓഫ് ഫ്രസ്ട്രേറ്റിംഗ് അല്ലെ. ആദ്യം കേട്ടിരുന്ന ആനിമൽസ് ഒക്കെ ഇപ്പൊ എവിടെ പോയി? ഇറ്റ് വാസ് ആക്ച്വലി എന്താ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ദിസ് സെലക്ഷൻ ഫെല്ലിംഗ് ഹാസ് റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ഓഫ് സോ മെനി സ്പീഷീസ് ദാറ്റ് വാസ് ത്രൈവിംഗ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ട്രീ. നമ്മൾ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആനിമൽ അല്ല, നമുക്ക് വിചാരിക്കാവുന്നതിന്റെ അപ്പുറം ആനിമൽസ് ഒരു പെർട്ടിക്കുലർ ട്രീയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഹാബിറ്റാറ്റിൽ മാത്രം അവർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അവർ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. ആ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആ ട്രീയോട് അവർക്ക് സ്പെസിഫിസിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ആ ട്രീ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ദേ കനോട്ട് ത്രൈവ് ഇൻ എനിവേർ എൽസ്. അവർക്ക് വേറെ ഒരു സ്ഥലത്തും ത്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും? ഗ്രാജുവലി ദേ വിൽ കംപ്ലീറ്റ്ലി ഗെറ്റ് എലിമിനേറ്റഡ്. അപ്പൊ ഈ സൗണ്ട്സ്കേപ്പ്, ആ ഒരു ശബ്ദത്തിന്റെ റെലവൻസ് എന്താണ്? ഈ ഒരു സൗണ്ട്സ്കേപ്പിൽ നിന്നാണ് ഏറ്റവും നോൺ ഇൻവേസീവ് ആയിട്ട് ആ എക്കോസിസ്റ്റത്തിന് ഒരു കേടുപാടും സംഭവിപ്പിക്കാതെ നമുക്ക് ആ എക്കോസിസ്റ്റത്തിന്റെ ഹെൽത്ത് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഇതാണ് സൗണ്ട്സ്കേപ്പ് ഇക്കോളജി. ഇറ്റ് ഈസ് ദ മേജർ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ ദിസ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ പാഷന്റെ പുറത്ത് ചെയ്ത ഒരു കാര്യമാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ദാറ്റ് ഇസ് സൗണ്ട്സ്കേപ്പ് ഇക്കോളജി. സൗണ്ട്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ദി ആനിമൽ സൗണ്ട്സ് ദാറ്റ് ഇസ് ഹേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെ ആനിമൽസ് തമ്മിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ഇന്ററാക്ഷൻസിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഈ സൗണ്ട്സ്കേപ്പ് ഇക്കോളജി. അപ്പൊ നമ്മളുടെ ചുറ്റും കേൾക്കുന്ന സൗണ്ട്സ്കേപ്പിന് ഇത്രയും റെലവൻസ് ഉണ്ട്. അത് ഇൻഡയറക്ട്ലി എന്താ പറയുന്നത്? ഹെൽത്ത് ഓഫ് ദി ഇക്കോസിസ്റ്റം. എത്രമാത്രം ഹെൽത്തി ആണ് ഇക്കോസിസ്റ്റം എന്ന് ഒരിക്കലും നമുക്ക് വിഷ്വലി മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ത്രൂ ദ സൗണ്ട്സ് ഇറ്റ് ഇസ് പോസിബിൾ. ഇത്രമാത്രം റെലവൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മളുടെ ചുറ്റും കേൾക്കുന്ന ഈ സൗണ്ട്സിൽ. സോ ദിസ് ഈസ് ദ റെലവൻസ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? ഇനി അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? വൈ ദേ ആർ മേക്കിംഗ് ദിസ് കോൾസ്? നമുക്ക് മനസ്സിലായി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന്. പക്ഷെ എന്തിനു വേണ്ടിയായിരിക്കും ഇവർ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്?
ഒന്ന് മെയിൻ ആയിട്ട് മേറ്റ് അട്രാക്ഷന് വേണ്ടിയിട്ടാണ്. മേറ്റിംഗ് കോൾസ് ആണ് യൂഷ്വലി നമ്മൾ കേൾക്കുന്ന ഈ സൗണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി മേറ്റിംഗ് കോൾസ് ആണ്. ഇനി സൗണ്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ആനിമൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ യൂഷ്വലി മെയിൽസ് ആയിരിക്കും സൗണ്ട് ഉണ്ടാക്കുക. ഫീമെയിൽസ് ഈ സൗണ്ട് കേൾക്കുന്നു, എന്നിട്ട് മെയിൽസിനെ അപ്രോച്ച് ചെയ്യുന്നു, ദേ മേറ്റ് ആൻഡ് പെർപെച്വേറ്റ് ദർ ജീൻസ്. അപ്പം അൾട്ടിമേറ്റ്ലി എല്ലാ ആനിമൽസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെർപെച്വേഷൻ ഓഫ് ദ ജീൻസ് അല്ലെങ്കിൽ പെർപെച്വേഷൻ ഓഫ് ദർ സ്പീഷീസ് ഓർ കണ്ടിന്യൂറ്റി ഓഫ് ദർ പ്രോജനി അല്ലെ. അപ്പോൾ നമ്മൾ ചുറ്റും കേൾക്കുന്ന സൗണ്ട് മെയിൻലി ഇറ്റ് ഇസ് മേറ്റിംഗ് കോൾ ആൻഡ് യൂഷ്വലി ദ മെയിൽസ് ആർ ദ വൺസ് വിച്ച് കോൾ. പക്ഷെ എപ്പോഴും മെയിൽസ് അല്ല കോൾ ചെയ്യുക. ദർ ആർ സം എക്സെപ്ഷൻസ്. ബയോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് എക്സെപ്ഷൻസ് അല്ലെ. സോ ദർ ആർ സം എക്സെപ്ഷൻസ് ഇൻ ദ കേസ് ഓഫ് കേറ്റിഡിഡ്സ്. ഈ കേറ്റിഡിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റിനോടൊക്കെ അട്രാക്ട് ചെയ്ത് ഒരു ലീഫി അപ്പിയറൻസ് ഉള്ള ഒരു ഇൻസെക്റ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഇസ് കേറ്റിഡിഡ്സ്. ഓക്കെ, ഈ കേറ്റിഡിഡ്സിന്റെ കേസിൽ ഡുവറ്റിംഗ് ആണ്. രണ്ടുപേരും ഡുവറ്റ് സോങ് പോലെ പാടും. മെയില് കോൾ ചെയ്യും, അത് കേട്ടിട്ട് ഫീമെയിൽ ഒരു ഡുവറ്റ് സിമിലർ ഋതത്തിൽ ഒരു ഡുവറ്റിംഗ് ആണ് അവിടെ നടക്കുക. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഇസ് എൻ എക്സെപ്ഷൻ. മെയിലും ഫീമെയിലും സൗണ്ട് ഉണ്ടാക്കും. പക്ഷെ മോസ്റ്റ്ലി എല്ലാ ആനിമൽ സ്പീഷീസിലും males are the ones which make the calls. Females will get attracted towards this call and mate, and their genes will be perpetuated. മനസ്സിലായോ? ഇനി ഈ മേറ്റ് അട്രാക്ഷൻ മാത്രമല്ല ഈ കോൾസിന്റെ ഉദ്ദേശം, ടെറിട്ടോറിയൽ ഡിഫൻസ് ആവാം അല്ലെ. ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ആനിമൽ ആയിരിക്കും അവിടുത്തെ ഒരു ആ ടെറിട്ടോറിയൽ ഏരിയയിലെ കിങ് എന്ന് പറയുന്നത്. അപ്പൊ വേറൊരു ആനിമല് അവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഹി മേക്ക് ദി കോൾസ്, ഒരു വാർണിംഗ് കോൾ കൊടുക്കും അല്ലെ. ഇത് എന്റെ ടെറിട്ടറി ആണ്, യു ആർ നോട്ട് അലൗഡ് ടു എൻ്റർ. അങ്ങനെ സൗണ്ട് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം ദർ ആർ സർട്ടൻ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ ദർ. എല്ലാ ആനിമൽസും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല. ഗ്രൂപ്പായിട്ട് കുറെ ആനിമൽസ് ഗ്രൂപ്പായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഗ്രൂപ്പ്സിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കാൻ അവർക്ക് അവരുടേതായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം ഫോർ ഗ്രൂപ്പ് കൊഹേഷൻ. ആ ഗ്രൂപ്പിനെ ഒന്നിച്ചു നിർത്താൻ ആ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഇസ് ഹെൽപ്ഫുൾ. അതും സൗണ്ട് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നടക്കുന്നത്. ഇനി വാർണിംഗ് കോൾസ് ആർ ദർ അല്ലെ. വാർണിംഗ് കോൾസ് നമ്മൾ ഡിസ്കവറിയിലൊക്കെ മീർ ക്യാറ്റ്സ് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ദർ വിൽ ബി എ സെൻട്രി മീർ ക്യാറ്റ്. അതായത് പ്രിഡേറ്റർ വരുന്നുണ്ടോ, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ആളുണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും. അത് ആ മീർക്കാറ്റ് എന്ത് ചെയ്യും, ഏതെങ്കിലും പ്രിഡേറ്റർ വരുമ്പോൾ ഈ ഗ്രൂപ്പിന് ഒരു സിഗ്നൽ കൊടുക്കും, വാർണിംഗ് കോൾ കൊടുക്കും, സോ ദാറ്റ് എവറിബഡി ക്യാൻ ബി സേഫ്. അങ്ങനെ വാർണിംഗ് കോൾസ് ആയിട്ടും ഈ സൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. ഇനി പാരന്റൽ കെയർ. എല്ലാ ആനിമൽ സ്പീഷീസിലും ദ മദർ ചൈൽഡ് ബോണ്ട് ഇസ് ത്രൂ സം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയും സൗണ്ട്സ്. അപ്പോൾ മെയിൻലി നമ്മൾ കേൾക്കുന്ന സൗണ്ട്സ് മേറ്റിംഗ് കോൾസ് ആയിരിക്കും. ദീസ് ആർ ഓൾസോ സം അതർ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദർ സൗണ്ട് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് സൗണ്ടിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലായി. ഇനി അവർ എന്തിനു വേണ്ടിയിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് അക്കോസ്റ്റിക് പാർട്ടീഷനിങ് മെക്കാനിസംസ്. അപ്പൊ അത് പറയുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലേക്ക് എൻട്രി ആണ് കേട്ടോ. ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു സ്പീഷീസ് മാത്രമല്ല അവിടെ സൗണ്ട് ഉണ്ടാക്കുക അല്ലെ. There will be birds that are making sounds. There will be frogs croaking. ഇപ്പൊ ഒരു ഡേ ടൈം വിചാരിച്ചോ, ബേർഡ്സ് ഉണ്ടാവും, സം മാമൽസ്, സം monkeys will be making sound. ഇനി അത് മാത്രമല്ല, ഇനി ചീവിടുകളുടെ കാര്യം എടുത്തോ, സിക്കാഡാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാച്ചിൽ ഒരു പെർട്ടിക്കുലർ സിക്കാഡ ഗ്രൂപ്പ്സ് ഡൊമിനന്റ് ആയിട്ട് വിളിക്കുന്നുണ്ടാവും, കോൾ ചെയ്യുന്നുണ്ടാവും. ഇനി അവിടുന്ന് കുറച്ചധികം ദൂരേക്ക് മാറി നമ്മൾ വേറൊരു ഓൾട്ടിറ്റ്യൂഡ്, വേറൊരു ഹൈറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ വേറൊരു ഗ്രൂപ്പ് ആയിരിക്കും കോൾ ചെയ്യുക. അപ്പം ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ദേ ആർ റിപ്ലീറ്റ് വിത്ത് കോറസസ് ഓഫ് സൗണ്ട്സ് ഓഫ് വേരിയസ് ഓർഗാനിസംസ് അല്ലെ. പല ആനിമൽസിന്റെ സൗണ്ട് കൊണ്ട് റിച്ച് ആണ് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പം ആലോചിച്ചിട്ടുണ്ടോ, എല്ലാ ആനിമൽസിന്റെ ഉദ്ദേശം എന്താ, മെയിൽ കോൾ ചെയ്യുന്നു, ഫീമെയിൽസിന് ആ കറസ്പോണ്ടിങ് സ്പീഷീസിന്റെ കോൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അവരിലേക്ക് എത്തണം, എന്നിട്ട് മീറ്റ് ചെയ്യണം. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇപ്പം ബേർഡ്സിന്റെ മെയിൽ കോൾ ചെയ്യുന്നത് ബേർഡ്സിന്റെ ഫീമെയിൽ തന്നെ കേൾക്കണം, വേറെ ഏതെങ്കിലും സ്പീഷീസ് കേട്ടിട്ട് കാര്യമില്ല. അപ്പം ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ എ സെയിം സ്പേസ്, ഇൻ സെയിം ഏരിയ. അപ്പോ ശരിക്കും ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ബഹളമുള്ള സ്ഥലമാണ് അല്ലെ, കാക്കഫോണസ് ആണ് നമുക്ക് പറയാം. സോ മെനി സ്പീഷീസ് ആർ മേക്കിംഗ് സൗണ്ട് സൈമൾട്ടേനിയസ്ലി. പല ആനിമൽസും ഒരേ സമയത്ത് സൗണ്ട് ഉണ്ടാക്കുന്നു. ബട്ട് കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ ഹാസ് ടു ഹാപ്പൻ. ആനിമൽസ് എന്ത് ചെയ്യുന്നു, ദേ ഹാവ് ഇവോൾവ്. എങ്ങനെ ഇവോൾവ് ചെയ്തു, അവരുടെ സൗണ്ട്, അവരുടെ മെയിൽ മേക്ക് ചെയ്യുന്ന സൗണ്ട് ഫീമെയിലേക്ക് കറക്റ്റ് ആയിട്ട് എത്താനായിട്ട് ദർ ആർ സോ മെനി പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ് ദാറ്റ് ഇസ് ബീങ് യൂട്ടിലൈസ്ഡ്. കുറെ പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഇക്കോളജിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയും. അപ്പൊ ഈ റിസോഴ്സ് പാർട്ടീഷനിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ത്രൈവ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ ഇവരെല്ലാവരും ഒരേ ഫുഡ് സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഫുഡ് തേടി പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരേ സ്പേസ് ഷെൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ കോമ്പറ്റീഷൻസ് നടക്കും. അപ്പൊ ഇവൻച്വലി എന്താ സംഭവിക്കുക? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് മറ്റവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്പീഷീസ് ഒക്കെ ഇവൻച്വലി ഡെത്ത് സംഭവിക്കുന്നു. ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ആള് മാത്രം അവിടെ ജീവിക്കും. അങ്ങനെയല്ലല്ലോ ഫോറസ്റ്റ് ഏരിയയിൽ എല്ലാവരും ത്രൈവ് ചെയ്യുന്നില്ലേ? ഒരുപാട് സ്പീഷീസ് ഒന്നിച്ചല്ലേ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ കമ്മ്യൂണിറ്റി ഇക്കോളജിയിലെ റിസോഴ്സ് പാർട്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒന്നിലധികം സ്പീഷീസിന് കോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അവർ അവരുടെ ലിമിറ്റിംഗ് റിസോഴ്സസ്, യൂഷ്വലി ആ ലിമിറ്റിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാവാം, അല്ലെങ്കിൽ വെള്ളമാവാം, അല്ലെങ്കിൽ ടൈം ആവാം, അവർ ഫൊറേജ് ചെയ്യുന്ന സ്പേസ് ആവാം, അതൊക്കെ ഈക്വലി ഒരു ഷെയറിങ് നടക്കണം. അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നാൽ മാത്രമേ അവിടെ എല്ലാവർക്കും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ദാറ്റ് ഇസ് നോൺ എസ് റിസോഴ്സ് പാർട്ടീഷനിങ് ആൻഡ് ഇറ്റ് ഇസ് ദ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി ഇക്കോളജി. കമ്മ്യൂണിറ്റി ഇക്കോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഈ റിസോഴ്സ് പാർട്ടീഷനിങ് നടക്കുന്നതുകൊണ്ടാണ് ഈ സ്പീഷീസ് എല്ലാവരും ഒരേ സ്ഥലത്ത് കോ എക്സിസ്റ്റ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ ഈ സൗണ്ട് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എന്താണെന്നറിയോ? അവരുടെ ട്രാൻസ്മിഷൻ ചാനലാണ്. ഏത് മീഡിയത്തിലോട്ടാണ് അവരുടെ സൗണ്ട് അവര് പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതാണ് അവിടുത്തെ ലിമിറ്റഡ് റിസോഴ്സ്. ആലോചിച്ച് നോക്കൂ, എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിലും ഒരു സെന്റർ ഉണ്ടാവും അല്ലെ? ഒരു സൗണ്ട് കൊടുക്കുന്ന ആളുണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. സോ ത്രൂ എ കോമൺ മീഡിയം ആ സിഗ്നൽ റിസീവറിലേക്ക് എത്തുന്നു. ഒരാൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കോമൺ ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ പാസ് ഓൺ ചെയ്യുന്നു, ദെൻ റിസീവറിലേക്ക് എത്തുന്നു. സൗണ്ട് കമ്മ്യൂണിക്കേഷനിലും കോമൺ ട്രാൻസ്മിഷൻ ചാനൽ, നമ്മൾ ലാൻഡ് ആനിമൽസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കോമൺ ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറയുന്നത് എയർ ആയിരിക്കും അല്ലെ? എയറിലേക്കാണ് എല്ലാ സ്പീഷീസും അവരുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കുക. സോ ഈ ട്രാൻസ്മിഷൻ ചാനൽ ഇഫക്റ്റീവ്ലി എല്ലാ സ്പീഷീസും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സം അക്കോസ്റ്റിക് പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ് ഓർ മെക്കാനിസംസ് ആർ ഹാപ്പനിങ്. മനസ്സിലായോ? എല്ലാ സ്പീഷീസും അവർക്ക് അവരുടെ മെയിലിന്റെ സൗണ്ട് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഫീമെയിലിൽ തന്നെ എത്തണം. വേറെ സ്പീഷീസിലേക്ക് എത്തിയിട്ട് കാര്യമില്ല. സോ അവർ ഇവോൾവ് ചെയ്യുന്നു, ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഇവോൾവ് ചെയ്യുന്നു, സച്ച് ദാറ്റ് ദിസ് എഫിഷ്യന്റ് പാർട്ടീഷനിങ് ഇസ് ഹാപ്പനിങ്. സോ ഇൻ ദ കേസ് ഓഫ് അക്കോസ്റ്റിക് ഇക്കോളജി അല്ലെങ്കിൽ സൗണ്ട്സ്കേപ്പ് ഇക്കോളജിയിലെ ഏറ്റവും ലിമിറ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് ദാറ്റ് ഇസ് ദെയർ ട്രാൻസ്മിഷൻ ചാനൽ. അതിന് വേണ്ടിയിട്ട് 4 മെക്കാനിസംസ് നമുക്ക് പറയാൻ പറ്റും. ഫോർ ദിസ് അക്കോസ്റ്റിക് പാർട്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് 4 മെക്കാനിസംസ് ആണ് യൂഷ്വലി മെയിൻലി നമ്മൾ പറയാം. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, that is the temporal acoustic partitioning, spatial acoustic partitioning, spectral acoustic partitioning and receiver acoustic partitioning strategies. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ടെമ്പറൽ അക്കൂസ്റ്റിക് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഏത് ടൈമിലാണോ അവർ കോൾ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഒരേ സമയത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൽസിന് കേൾക്കാൻ പറ്റില്ലല്ലോ. സോ അവര് സെഗ്രിഗേറ്റ് ചെയ്യും അവരുടെ കോള്. ചില ആൾക്കാർ രാവിലെ കോൾ ചെയ്യും, ചില ആൾക്കാർ രാത്രി കോൾ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ സീസണലി മാത്രമേ എമർജ് ചെയ്യുള്ളൂ, അവരെ റെയിനി സീസണിൽ മാത്രം കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എന്താ അതിന്റെ ഗുണം? ഡ്രൈ സീസണിൽ എമർജ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. സോ അവര് റെയിനി സീസണിൽ മാത്രം എമർജ് ചെയ്യും. ദാറ്റ് ഇസ് ദ ടൈം ഡിഫറൻസ്. ടൈമാണ് അവിടെ ഈ പാർട്ടീഷനിങ്ങിന് കാരണമാകുന്നത്. ഇനി സ്പേഷ്യൽ അക്കൂസ്റ്റിക് പാർട്ടീഷനിങ് അല്ലെ? വേരിയസ് എക്കോസിസ്റ്റംസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. അതായത് നമുക്ക് ഗ്രാസ് ലാൻഡ്സ് ഉണ്ടാവും, ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ടാവും. അപ്പൊ ഓരോ സ്പീഷീസും ഓരോ ഹാബിറ്റാറ്റിൽ സ്പെസിഫിക് ആയിരിക്കും. അതായത് ചില ആൾക്കാർ പുൽമേടുകളിൽ മാത്രം കാണുന്നവരായിരിക്കും, ചില ആൾക്കാർ ഫോറസ്റ്റ് ഏരിയാസിൽ മാത്രം കാണുന്നവരായിരിക്കും. ആ രീതിയിൽ അക്കൂസ്റ്റിക്സ് പാർട്ടീഷൻ, അതായത് അവർക്ക് ഇഫക്റ്റീവ് ആയിട്ട് ബാക്കിയുള്ള എക്കോസിസ്റ്റത്തിൽ കാണുന്ന സ്പീഷീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട. സോ ദേ വിൽ ബി ഏബിൾ ടു propagate their sounds effectively. That is spatial acoustic partitioning. ഇനി ഇതൊന്നും അല്ല, സ്പെക്ട്രൽ അക്കൂസ്റ്റിക് പാർട്ടീഷനിങ് ഉണ്ട്. അതായത് ഓരോ സ്പീഷീസിനും കോള് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച്, നമ്മുടെ എല്ലാവരുടെയും സൗണ്ടിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട് അല്ലെ? ഹ്യൂമൻ സൗണ്ടിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഹിയറിംഗിന് ഒരു റേഞ്ച് ഉണ്ട് അല്ലെ? 20 ഹേർട്സ് മുതൽ 20 കിലോ ഹേർട്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഓഡിബിൾ ഹ്യൂമൻ റേഞ്ച്. അതിന് മേളിലോട്ടുള്ള സൗണ്ടിന് നമ്മൾ അൾട്രാ സൗണ്ട് എന്ന് പറയും. ഇതിന് താഴേക്കുള്ള സൗണ്ടിന് നമ്മൾ ഇൻഫ്രാറെഡ് എന്ന് പറയും. ഈ സ്പീഷീസ് എന്ത് ചെയ്യും? ചില ആൾക്കാർ അൾട്രാ സൗണ്ട് റേഞ്ചിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. ബാറ്റ്സ് ഒരു എക്സാമ്പിൾ അല്ലെ? സോ അങ്ങനെ പല പല ആനിമൽസും ഈ ഫ്രീക്വൻസി റേഞ്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കോൾസിനെ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് മെയിലിൽ നിന്ന് ഫീമെയിലിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്.
ഇനി റിസീവർ അക്കൂസ്റ്റിക് പാർട്ടീഷനിങ്, അതൊരു ഇത്രയും നേരം നമ്മൾ കോൾ ചെയ്യുന്ന മെയിൽസ് എങ്ങനെ അവരുടെ സൗണ്ടിനെ ഫീമെയിൽസിലേക്ക് നന്നായിട്ട് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള പാർട്ടീഷനിങ് സ്ട്രാറ്റജീസിനെ പറ്റിയാ പറഞ്ഞത്. പക്ഷേ ഈ റിസീവർ അക്കൂസ്റ്റിക് പാർട്ടീഷനിങ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്നറിയോ, കേൾക്കുന്ന ആളാണ് സൗണ്ടിനെ കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് മാത്രമേ അവർ എടുക്കുള്ളൂ. കാരണം ഈ റിസീവേഴ്സ് യൂഷ്വലി അവരുടെ കോൺ സ്പെസിഫിക് എന്ന് പറയും നമ്മൾ, അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിലിന്റെ സൗണ്ടിനോട് അവർ കൂടുതൽ അട്രാക്ഷൻ കാണിക്കും. അപ്പൊ അവരുടെ സൗണ്ടിനോടായിരിക്കും അവരുടെ ഹിയറിംഗ് ഓർഗനിന് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുക. അങ്ങനെയുള്ള കുറച്ച് മെക്കാനിസംസ് ആണ് നമ്മൾ ഈ റിസീവർ അക്കോസ്റ്റിക് പാർട്ടീഷനിൽ പറയുക. സോ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഓരോന്നും കാണാം. ദീസ് ആർ സം ഓഫ് ദി വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദി സൗണ്ട്സ്കേപ്പ് ഇക്കോളജി. ഒരുപാട് സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റും, റിസർച്ച് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീൽഡാണ് ആക്ച്വലി ഇത്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ നോക്കിയേ, ദർ ഇസ് ടെമ്പറൽ പാർട്ടീഷനിങ്. ടെമ്പറൽ പാർട്ടീഷനിങ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ട് രീതിയിൽ ടെമ്പറൽ പാർട്ടീഷനിങ് നമുക്ക് നടക്കാം. ഒന്ന് സീസൺ, ഓരോ പെർട്ടിക്കുലർ സീസണിൽ മാത്രം എമർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇയർ ലോങ്, മൊത്തം ഇയറിലും കാണാൻ പറ്റും. പക്ഷെ അവര് ഡയൽ പാർട്ടീഷനിങ് ചെയ്യും. അതായത് ഈ 24 hour സ്കെയിലിൽ, നമ്മുടെ ഒരു ദിവസത്തെ 24 hour സ്കെയിലിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡേ ടൈമിൽ മാത്രം കോൾ ചെയ്യുന്നവരുണ്ട്, ചിലവർ നൈറ്റ് ടൈമിൽ മാത്രം കോൾ ചെയ്യുന്നവരുണ്ട്. ഈ ഡേ ടൈം കോളേഴ്സിനെ നമ്മൾ ഡയണൽ ഓർഗാനിസംസ് എന്നും നൈറ്റ് ടൈം കോളേഴ്സിനെ നമ്മൾ നൊക്ടേണൽ ഓർഗാനിസംസ് എന്നും പറയും. ഇനി ഇതൊന്നും കൂടാതെ ഞാൻ ആലോചിച്ച് നോക്കൂ, ഒരു കോള് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത കോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഒരു ഇന്റർവെൽ ഉണ്ടാവില്ലേ? ആ ഇന്റർവെല്ലിൽ ചില സ്പീഷീസ് അവരുടെ കോൾ സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് ഒരു സ്പീഷീസ് കോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അവര് വേറെ അടുത്ത സ്പീഷീസ് കോൾ ചെയ്യും. അങ്ങനെ ആ ഒരു കാക്കഫോണിൽ നിന്ന് ഒഴിവാവാൻ പറ്റും. അതിനെ നമ്മൾ ഫൈനർ ടെമ്പറൽ പാർട്ടീഷനിങ് എന്നാ പറയാ. അത് കുറച്ചുകൂടി സിഗ്നിഫിക്കന്റ് ആണ് അല്ലെ. സീസണൽ വേരിയേഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ഡേയിൽ തന്നെ ഡേ ആയിട്ടും നൈറ്റ് ആയിട്ടും കോൾ ചെയ്യുന്നവരുണ്ടാവും. ബൗട്ട് ഇന്റർവെൽസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓരോ കോളിന്റെ ഇടയിലുള്ള ചെറിയ സൈലന്റ് പീരീഡിൽ അടുത്ത സ്പീഷീസ് കോൾ ചെയ്യും. അങ്ങനെ അവരുടെ കോൾസിനെ പാർട്ടീഷൻ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് അബൌട്ട് ദി ടെമ്പറൽ പാർട്ടീഷനിങ്. ഇനി ദിസ് ഇസ് ദ ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് നൊക്ടേണൽ ക്രീച്ചേഴ്സും ഡയനോസറും. നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ, ഹൗൾസും. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ക്രിക്കറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മലയാളത്തിൽ ചീവീട് എന്ന് പറയും രണ്ടുപേരെ. ക്രിക്കറ്റ്സിനെ പറയും, അതുപോലെ തന്നെ സിക്കാഡാസിനെ പറയും. എന്റെ ഫോക്കസ് ഗ്രൂപ്പ് സിക്കാഡാസ് ആണ്. ഈ സിക്കാഡാസ് എന്ന് പറയുന്ന ആൾക്കാർ എന്താ, പകൽ സമയത്ത് മാത്രം കോൾ ചെയ്യുന്നവരാണ് യൂഷ്വലി. പകൽ സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഇറ്റ് ഈസ് ഓഫ് സിക്കാഡാസിന്റെ സൗണ്ട് ആണ്. പക്ഷെ രാത്രി നമ്മൾ കോള് കേൾക്കുന്നില്ലേ, രാത്രി കോൾ ചെയ്യുന്നതിനെ നമ്മൾ ക്രിക്കറ്റ്സ് എന്ന് പറയും. മലയാളത്തിൽ രണ്ടുപേരും ചീവീടുകൾ തന്നെയാണ്, പക്ഷെ ദേ ആർ വെരി ഡിഫറെന്റ് ഗ്രൂപ്പ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണെങ്കിൽ രണ്ടുപേർക്കും ഡിഫറെന്റ് ആണ്. രണ്ടുപേരും എൻ്റയർലി ഡിഫറെന്റ് ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ അതിനെ രണ്ടിനെ ഇപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. രണ്ട് ഗ്രൂപ്പാണ് കേട്ടോ. ക്രിക്കറ്റ്സ് നൈറ്റ് കോളേഴ്സ് ആണ്, സിക്കാഡാസ് ഡേ കോളേഴ്സ് ആണ്. ഇനി ബാറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ നൊക്ടേണൽ. ഇനി ഫ്രോക്സ്, ക്രോക്കിംഗ് സൗണ്ട്സ്, ഇറ്റ് ഈസ് മോസ്റ്റ്ലി പ്രൊമിനന്റ് ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം പ്രൊമിനന്റ്. ഇനി സം diurnal creatures, howler monkeys are there, some birds are there, grasshoppers are there, which are diurnal in nature. സോ ടൈമിൽ അവർ പാർട്ടീഷൻ ചെയ്തിട്ട് അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ പാർട്ടീഷനിങ്. സ്പേഷ്യൽ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞു, ചില ആൾക്കാർ ഗ്രാസ് ലാൻഡിൽ മാത്രം കാണുന്നവരായിരിക്കാം, ചിലവർ ഫോറസ്റ്റിൽ മാത്രം കാണുന്നവരായിരിക്കാം. അതെങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിലോട്ട് റെസ്ട്രിക്റ്റഡ് ആയി എന്നുള്ളത് ആലോചിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലെ. അവർക്ക് എന്തുകൊണ്ടാണ് ഗ്രാസ് ലാൻഡ് സ്പീഷീസ് അവിടെ മാത്രം കാണുന്നത്? വൈ ഇറ്റ് ഇസ് നോട്ട് സീൻ ഇൻ ഫോറസ്റ്റ്? അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടന്നിരുന്നു കേട്ടോ. ഈ ഗ്രാസ് ലാൻഡിലുള്ള ആൾക്കാരെ പിടിച്ച് ഫോറസ്റ്റിൽ കൊണ്ടുവച്ചു. സോ ദേ കനോട്ട് ഫങ്ഷൻ ഇഫക്റ്റീവ്ലി അല്ലെ. അത് ഇത്ര ഓർത്താൽ മതി. നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കില്ല ഏറ്റവും പ്രൊഡക്റ്റീവ്, നമ്മുടെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡി ഏരിയയിലായിരിക്കും നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് കാണുക വേറൊരു സ്ഥലത്തെ കാട്ടിയും. അതുപോലെ അവരുടെ സ്വന്തം നേറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലായിരിക്കും അവർക്ക് ഏറ്റവും നന്നായിട്ട് അവരുടെ സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുക, അത് കൂടുതൽ ഫീമെയിൽസിലേക്ക് റീച്ച് ചെയ്യുക. സിഗ്നൽ ഡിസ്റ്റോഷൻ കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ സിഗ്നലിന്റെ അറ്റൻവേഷൻ കുറവ്. അറ്റൻവേഷൻ എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഫീമെയിൽസിലേക്ക് ഏറ്റവും നന്നായിട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവർ ആ കോളിനെ ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്
അക്കൂസ്റ്റിക് അഡാപ്റ്റേഷൻ ഹൈപ്പോത്തിസിസ്. അതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ നേറ്റീവ് ഹാബിറ്റാറ്റിൽ അവർ കുറേ നാള് അവിടുന്ന് തന്നെ കോൾ ചെയ്യുമ്പോൾ സിഗ്നൽ ഫീച്ചേഴ്സ് വിൽ ഇവോൾവ് in such a manner that they can efficiently transmit their signal in that particular native habitat. അവരുടെ സ്വന്തം ഹാബിറ്റാറ്റിൽ നിന്ന് കോൾ ചെയ്യുമ്പോഴായിരിക്കും അവരുടെ സിഗ്നൽ ഏറ്റവും നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി അക്കൂസ്റ്റിക് അഡാപ്റ്റേഷൻ ഹൈപ്പോത്തിസിസ്. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഓൾസോ വെർട്ടിക്കൽ പാർട്ടീഷനിങ്. അതെന്താന്ന് അത് നമുക്ക് പറയാം. നോക്കിയേ, ആദ്യം നമ്മൾ പറഞ്ഞു എക്കോസിസ്റ്റം സ്പെസിഫിക് ആയിട്ട് ഗ്രാസ് ലാൻഡിൽ കാണും, അങ്ങനെ വേരിയസ് എക്കോസിസ്റ്റത്തിൽ മാറി മാറി കാണുന്ന വഴി സൗണ്ട് പ്രൊപ്പഗേഷൻ നന്നായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓൾസോ അവരുടെ പ്രൊപ്പഗേഷൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നതും അവരുടെ നേറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലാണെന്ന് പറഞ്ഞു. ഇനി അത് മാത്രമല്ല സ്പേഷ്യൽ പാർട്ടീഷനിങ്ങിൽ നടക്കുന്നുണ്ടാവുക, വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ഹാപ്പനിങ്. ഈ വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുക കുറെ ഫോറസ്റ്റ്, കുറെ പാച്ച് ഓഫ് ട്രീസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഈ ഫിഗറിൽ കണ്ടു അല്ലെ, ആ ട്രീസിനെ തന്നെ നമുക്ക് കുറെ റീജിയൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും അല്ലെ. ദർ ഇസ് കാനോപ്പി, ഏറ്റവും ടോപ്പ് ലെയറിനെ നമ്മൾ കാനോപ്പി എന്ന് പറയും. ദെൻ അണ്ടർ സ്റ്റോറി ഇസ് ദെയർ, ദെൻ ഫീൽഡ് ലെയർ ഇസ് ദെയർ, ദെൻ ഗ്രൗണ്ട് ലെയർ ഇസ് ദെയർ. ആനിമൽസ് ഈ അക്കൂസ്റ്റിക് സൗണ്ട് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആനിമൽസ് എന്ത് ചെയ്യുന്ന അറിയോ, അവർ ഓരോരോ പെർട്ടിക്കുലർ ഏരിയ സ്പെസിഫിക് ആയിട്ട് അങ്ങ് മാറും. കാനോപ്പി കോളേഴ്സ് ഉണ്ടാവും, അണ്ടർ സ്റ്റോറി കോളേഴ്സ് ഉണ്ടാവും, ഫീൽഡ് ലെയർ കോളേഴ്സ് ഉണ്ടാവും, ഇനി ഈവൻ ഗ്രൗണ്ട് ലെയറിൽ പോലും ഇരുന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഉണ്ടല്ലോ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി, ദിവാകരന്റെയും ബാലകൃഷ്ണന്റെയും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവര് നോക്കി ഇപ്പൊ ആനിമൽസ് എന്താ അവരുടെ ഉദ്ദേശം, ഏറ്റവും നന്നായിട്ട് ഫീമെയിൽസിലേക്ക് അവരുടെ സൗണ്ടിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ ഓരോ കാനോപ്പി, അണ്ടർ സ്റ്റോറി, ഗ്രൗണ്ട് ലെയർ, ഇതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് സൗണ്ട് ഏത് റീജിയനിൽ ഇരുന്ന് കോൾ ചെയ്താലാണ് ഫീമെയിൽസിലേക്ക് എത്താൻ നോക്കി. അതായത് ആ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഏറ്റവും നന്നായിട്ട് സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് ഏത് ലെയറിൽ ഇരുന്നോണ്ടാന്ന് നോക്കിയപ്പോ ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് മിഡ് അണ്ടർ സ്റ്റോറി. ഈ നടുക്കത്തെ റീജിയനിൽ ഇരുന്ന് കോൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സൗണ്ട് ഏറ്റവും നന്നായിട്ട് കുറെ ദൂരം ലോങ് ഡിസ്റ്റൻസിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഈ മിഡ് അണ്ടർ സ്റ്റോറിയിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായി. പക്ഷെ ഉണ്ടല്ലോ അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്താ നമ്മള് നോർമലി എന്താ ചിന്തിക്കുക, കുറെ ആനിമൽസ്, കുറെ ആൾക്കാർ അണ്ടർ സ്റ്റോറിയിൽ ഇരുന്നായിരിക്കും കോൾ ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. കുറെ ഏറ്റവും നന്നായിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കുമല്ലോ കുറെ ആൾക്കാർ വന്ന് കോൾ ചെയ്യാൻ നോക്കുക. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി അണ്ടർ സ്റ്റോറി അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ സൗണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഈവൻ ദോ ഏറ്റവും നന്നായിട്ട് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് അണ്ടർ സ്റ്റോറിയിൽ ആണെങ്കിൽ പോലും വളരെ കുറച്ച് ആനിമൽസ് മാത്രമേ ഈ അണ്ടർ സ്റ്റോറിയിൽ കണ്ടുള്ളൂ. സോ അവര് പഠിച്ചു വന്നപ്പോ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ആൾക്കാരും ഈ കാനോപ്പിയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെയറിലൊക്കെ, ഗ്രൗണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേർസ്റ്റ് സബ്സ്ട്രേറ്റമാണ്. അവിടെ അറ്റന്വേഷൻ, സൗണ്ടിന്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ളത് ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് കോൾ ചെയ്യുന്ന. പക്ഷെ ഈവൻ സം മോൾ ക്രിക്കറ്റ്സ് അല്ലെ, നമ്മൾ ഈ താഴെ ഇരുന്ന് കോൾ ചെയ്യുന്ന മോൾ ക്രിക്കറ്റ്സിനെ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് ആക്ച്വലി. നിങ്ങൾ ആ സൗണ്ട് തേടി പോയാൽ കാണാൻ പറ്റും, ഈ കല്ലിന്റെ ഇടയിലൊക്കെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കും. മോൾ ക്രിക്കറ്റ്സ്. സോ ഗ്രൗണ്ട് ലെയറിൽ കാണുന്ന സബ്സ്ട്രേറ്റമായിട്ട് യൂസ് ചെയ്യുന്നവരെ ഈവൻ ദോ ഗ്രൗണ്ടിൽ കുറെ സൗണ്ട് ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും എന്തിനായിരിക്കും അവർ ഈ ഗ്രൗണ്ട് ലെയറിൽ നിന്ന് കോൾ ചെയ്യുന്നത്? അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അണ്ടർ സ്റ്റോറിയിൽ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പൊ ഇത് പഠിച്ചു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമില്ലേ, നാച്ചുറൽ സിസ്റ്റത്തിൽ നമ്മൾ സൗണ്ടിനെ പഠിക്കുമ്പോൾ ആ ഒരു പാർട്ടീഷനിങ് സ്ട്രാറ്റിഫിക്കേഷൻ മാത്രമല്ല, ദർ ആർ സോ മെനി കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് അല്ലെ. അവർക്ക് സൗണ്ട് പ്രൊപ്പഗേഷൻ മാത്രം എഫക്റ്റീവ് ആക്കിയാൽ പോരാ, അവരെ പ്രിഡേഷൻ പ്രഷർ ഉണ്ട്. ഈ അണ്ടർ സ്റ്റോറിയിൽ ഇരുന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കി ഇവരെ കഴിക്കുന്ന ബാക്കിയുള്ള ബേർഡ്സും ഒക്കെ ഇവരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യും. അപ്പൊ ഈ ഇൻസെക്ട്സിനെ പെട്ടെന്ന് കഴിക്കും. അപ്പൊ അവർക്ക് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദേ വിൽ പ്രിഫർ ദിസ് ഗ്രൗണ്ട് ലെയർ ഓൾസോ. അപ്പം ഇക്കോളജിക്കലി സ്പീക്കിംഗ് നമ്മൾ സൗണ്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ രീതിയിൽ മാത്രം പഠിച്ചാൽ പോരാ. വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദ കോമ്പിനേഷൻസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ അക്കൂസ്റ്റിക്സ് പഠിക്കുമ്പോൾ സെമി നാച്ചുറൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിലൊക്കെ കൊണ്ടുവന്ന് ഈ ആനിമലിനെ റെയർ ചെയ്യിപ്പിച്ച് നമ്മൾ വർക്കുകൾ ചെയ്യാറുണ്ട്. ഈ ആനിമൽസിനെ നമ്മൾ കൊണ്ടുവന്ന് സെമി നാച്ചുറൽ കണ്ടീഷൻസിൽ അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ നമ്മൾ റെയർ ചെയ്യിപ്പിച്ച് അതിനെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആക്ച്വലി അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ. ഈ സ്റ്റഡി അതല്ലേ കാണിക്കുന്നത്. കാരണം നാച്ചുറൽ കണ്ടീഷൻസിൽ ഇരുന്നാൽ മാത്രമേ ഈ പ്രേ ആയിട്ടുള്ള ഇഫക്റ്റ്, പ്രിഡേറ്റർ ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് അബൌട്ട് ദി വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കും.
ദെൻ ഓൾസോ ദർ ഇസ് ഹൊറിസോണ്ടൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഹൊറിസോണ്ടൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ കൺസിഡർ ചെയ്യാം. ആ ഫോറസ്റ്റ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ട്രീസ് മാത്രമല്ല അല്ലെ, ദർ ഇസ് ഹെട്രോജെനറ്റി. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ദർ ഇസ് ലൈറ്റ് ഗ്രീൻ ട്രീസ് ആർ ദെയർ, ഡാർക്ക് ഗ്രീൻ ട്രീസ് ആർ ദെയർ, സം യെല്ലോ ട്രീസ് ആർ ദെയർ. ട്രീസിന്റെ പേര് നോക്കല്ല, ദർ ഇസ് സം ഹെട്രോജെനറ്റി. അതായത് പല പല ട്രീസ് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഹൊറിസോണ്ടൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഓരോ ട്രീസിലും ത്രൈവ് ചെയ്തുകൊണ്ട് ഓരോ അക്കൂസ്റ്റിക്കലി കമ്മ്യൂണിക്കേറ്റിംഗ് ആനിമൽസ് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അവർ തമ്മിൽ ഒരു സ്പേസിംഗ് ഉണ്ടാവും. ആ സ്പേസിംഗ് ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു കോളിംഗ് മെയിൽ കമ്മ്യൂണിറ്റി വിൽ നോട്ട് ഹിയർ ദി അഡ്ജസന്റ് കോളിംഗ് മെയിൽ കമ്മ്യൂണിറ്റി. അങ്ങനെയും സ്ട്രാറ്റിഫിക്കേഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ സ്പേഷ്യൽ ഹെട്രോജനിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ബെർണി ക്രോസിന്റെ സ്റ്റോറി. ആ സ്റ്റോറിയിൽ അവരെ സെലക്ഷൻ ഫില്ലിംഗ് ചെയ്തപ്പോ എന്താ, ഒരു പെർട്ടിക്കുലർ ട്രീ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ. കണ്ടോ, അങ്ങനെ ഒരു ട്രീ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിനകത്ത് ത്രൈവ് ചെയ്യുന്ന സ്പീഷീസ് കംപ്ലീറ്റ്ലി വിൽ ബി എലിമിനേറ്റഡ്. അതൊരു വലിയ പ്രശ്നമാണ് അല്ലെ. സോ ദിസ് അണ്ടർസ്കോർസ് ദ നെസസിറ്റി ഓഫ് കൺസേർവിംഗ് ദിസ് സ്പേഷ്യൽ ഹെട്രോജനിറ്റി. നമുക്ക് ഗ്രീനറി മാത്രം കൺസേർവ് ചെയ്താൽ പോരാ, ദ ഡൈവേഴ്സിറ്റി ഓൾസോ ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ഒരു കൺസർവേഷണൽ വ്യൂ പോയിന്റിൽ നമുക്ക് ഈ സ്റ്റഡീസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. സോ ദിസ് ഇസ് റെലവൻസ് ഓഫ് ഹൊറിസോണ്ടൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ഡിഫറെന്റ് പാച്ചസ് ഓഫ് ഫോറസ്റ്റ് ഏരിയാസിൽ ഡിഫറെന്റ് സ്പീഷീസ് ആയിരിക്കും കോൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ സ്പെക്ട്രൽ പാർട്ടീഷനിങ്. സ്പെക്ട്രൽ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഓരോ സ്പീഷീസ് ഗ്രൂപ്പിനും ഓരോ ഫ്രീക്വൻസി ഡൊമൈൻസ് ഉണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മാമൽസ് ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു ഫ്രീക്വൻസി റേഞ്ച് എടുത്ത് അവിടെ ബേർഡ്സിന്റെ കോൾ ആയിരിക്കും സ്പെസിഫിക് ആയിട്ട് കേൾക്കുന്നുണ്ടാവുക. ഇനി ഇൻസെക്ട്സിന്റെ കോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമായിരിക്കും റെസ്ട്രിക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ആനിമൽസും അവരുടെ അക്കൂസ്റ്റിക് സ്പെക്ട്രത്തിനെ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? അക്കൂസ്റ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഞ്ച് ആണ് കേട്ടോ. ആ ഫ്രീക്വൻസി റേഞ്ചിൽ ഓരോ ലെവൽ ഓഫ് ഫ്രീക്വൻസിയിൽ ഓരോ സ്പീഷീസ് ആയിട്ടായിരിക്കും കാണുക. ദിസ് ഇസ് നോൺ ആസ് ദി അക്കൂസ്റ്റിക് നിഷ് ഹൈപ്പോത്തസിസ്. ഓരോ ആനിമൽസും ഇനിഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനിഷ്യലി ഇവരെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത്, ഇനിഷ്യലി ഡ്യൂറിങ് ദ ഇവോൾവിംഗ് പ്രോസസ് ആലോചിക്കുക, എല്ലാ സ്പീഷീസും ഒരേ സമയത്ത് കോൾ ചെയ്തപ്പോൾ കോമ്പറ്റീഷൻ കൂടി. ബാക്കിയുള്ള സ്പീഷീസുമായിട്ടുള്ള ഇന്റർഫറൻസ് നമ്മൾ പറയും. ബാക്കിയുള്ള സ്പീഷീസ് ഒരു സ്പീഷീസിന്റെ കോളിനെ മാസ്ക് ചെയ്ത് കളഞ്ഞ ഫീമെയിൽസിനെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇനിഷ്യലി അത് കൂടുതലായിരുന്നു, ഈ അക്കൂസ്റ്റിക് ഇന്റർഫറൻസ്. ബാക്കിയുള്ള സ്പീഷീസ് ഈ സ്പീഷീസിന്റെ കോളിനെ മാസ്ക് ചെയ്തുകൊണ്ട് ആ സിഗ്നലിന്റെ ക്വാളിറ്റി ഡിഗ്രേഡ് ചെയ്ത് കളയുന്നത് ഇനിഷ്യലി കൂടുതലായിരുന്നിരിക്കാം. അപ്പൊ ഇവൻച്വലി അവർ എന്ത് ചെയ്തു, ദേ ഹാവ് ഇവോൾവ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലാണ് കോൾ ചെയ്യുക. ഇനി പിന്നെ വേറൊരു സ്പീഷീസ് വരികയാണെങ്കിൽ അവർ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ കോൾ ചെയ്യുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഓവർലാപ്പ് സംഭവിക്കുന്നില്ല, എല്ലാ സ്പീഷീസിലും കോ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് there in acoustic niche hypothesis. So there are so many interesting papers in acoustic niche hypothesis. ഞാൻ ലാസ്റ്റ് എന്റെ മെയിൽ ഐ ഡി കൊടുക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാൽ മതി. ഇതിനകത്തൊക്കെ ഒരുപാട് രസമുള്ള പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് വായിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി അക്കൂസ്റ്റിക് നിഷ് ഹൈപ്പോത്തസിസ്. അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഇതൊരു സ്പെക്ട്രോഗ്രാം ആണ്. അതായത് ഫ്രീക്വൻസി നമ്മളൊരു വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നു, ടൈം ആയിരിക്കും എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പം മേളിൽ നോക്കിക്കേ, ബാറ്റ് 20,000 ഹേർട്സിന് നമ്മൾ റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് കാണും 20,000 ഹേർട്സ് എന്ന് കേട്ടോ. ആ 20,000 ഹേർട്സിന് മേളിൽ പോവുകയാണെങ്കിൽ അത് ബാറ്റ് ആയിരിക്കും. അവരുടെ അൾട്രാസൗണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇൻസെക്ട്സിന്റെ ആ ഒരു റേഞ്ച് കണ്ടോ, ഇൻസെക്ട്സിന്റെ ആ ഒരു റേഞ്ചിൽ വേറെ ബാറ്റിനെ കാണാൻ പറ്റില്ല, ബേർഡ്സിനെ കാണാൻ പറ്റില്ല. ഇൻസെക്ട്സ് ആയിരിക്കും അവിടെ ഡൊമിനേറ്റ് ചെയ്യുക. ഇനി ബേർഡ്സിന്റെ അക്കൂസ്റ്റിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ റേഞ്ച് ആയിരിക്കും, അത് അതിന് മാത്രം സ്പെസിഫിക് ആയിരിക്കും. ഇനി ഒറാങ്ങുട്ടാൻ അല്ലെങ്കിൽ മാമൽസ് നമുക്ക് ജനറലി പറയാം, മാമൽസിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും. അപ്പൊ എല്ലാ സ്പീഷീസിലും ദേ വിൽ ബി ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ഫ്രീക്വൻസി ബാൻഡ് വിത്ത് വിച്ച് ദേ മേക്ക് ദ കോൾസ്. ദാറ്റ് ഈസ് അബൌട്ട് ദി സ്പെക്ട്രൽ പാർട്ടീഷനിങ്. ഇനി റിസീവർ പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ്. അതായത് ഇപ്പൊ ഇത്രയും നേരം കോളർ എങ്ങനെ അവരുടെ സൗണ്ടിനെ നല്ല രീതിയിൽ ഫീമെയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി അത് മാത്രമല്ല, ഫീമെയിൽസ് എന്ത് ചെയ്യും, അവരവരുടെ മെയിൽ സ്പീഷീസിന്റെ കോളിനോടായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുക. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ ടിംബാനം, നമ്മുടെ ഇയറിന് ഹോമലോഗസ് ആയിട്ടുള്ള അവരുടെ സ്ട്രക്ചർ ആണ് ടിംബാനം എന്ന് പറയാം. അപ്പൊ ഈ ടിംബാനം എന്ത് ചെയ്യുന്ന അറിയോ, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള മെയിൽസിന്റെ കോളിനോട് സ്പെസിഫിസിറ്റി കാണിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർക്ക് അവരുടെ മെയിൽസിന്റെ കോളിന്റെ ഫ്രീക്വൻസിയോട് സെലക്റ്റീവ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. അവർ ആ ന്യൂറോൺസ് ഫയർ ചെയ്യണമെങ്കിൽ, ആ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ആ മെയിൽസ് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൽസ് തന്നെ കോൾ ചെയ്യണം. വേറെ ഒരു സ്പീഷീസിന്റെ കോളിനോടും അത് ഫയർ ചെയ്യില്ല. അങ്ങനെ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ടിംബാനം റീജിയനിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഫിൽട്ടർ ചെയ്യും. അതായത് ആ ഫ്രീക്വൻസി വരുന്ന എല്ലാ ഫ്രീക്വൻസിന്നും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി മാത്രം ഫിൽട്ടർ ചെയ്ത് ബോഡിയിലേക്ക് എത്തിക്കും. അങ്ങനെ. സോ ഈ റിസീവർ പാർട്ടീഷനിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലേ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഒരുപാട് ഫീൽഡ് ഒരുപാട് സ്റ്റഡീസ് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ റിസീവർ പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പാർട്ടീഷനിങ് നടക്കുന്നത് റിസീവേഴ്സ് എൻഡിലാണെന്നാണ്. ഈ റിസീവറിന്റെ പാർട്ടീഷനിങ് ആണ് ഏറ്റവും എഫക്റ്റീവ്. അത് പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഫിസിയോളജിക്കലി നോക്കേണ്ടി വരും ആനിമലിനെ. അത് മാത്രമല്ല കുറച്ചൊരു ഡൈനാമിക്സ്, സൗണ്ട് ഡൈനാമിക്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ റിസീവർ പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ് മനസ്സിലാവുക. ഇത്രയും പാർട്ടീഷനിങ് സ്ട്രാറ്റജീസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ ക്യാൻ ഷെയർ ദ പേപ്പേഴ്സ്. പ്ലീസ് മെയിൽ മീ. സോ ഇത്രയും നേരം നമ്മൾ ജനറലി സൗണ്ട്സ്കേപ്പിന്റെ റെലവൻസ് ആണ്, നമ്മുടെ ചുറ്റും കേൾക്കുന്ന സൗണ്ട് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം എന്റെ ഫോക്കസ് ഗ്രൂപ്പ്, ദാറ്റ് ഇസ് സിക്കാഡാസ്, ചീവീട്. ഓക്കെ, വെരി ഫ്യൂ സ്റ്റഡീസ് ആർ ദർ ഇൻ ദിസ് ഗ്രൂപ്പ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ടേക്ക് ഇറ്റ്. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ചീവീഡിൽ. സോ റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉള്ളവര് പ്ലീസ് പെർസ്യൂ ദിസ്. സോ ഓക്കെ, ദിസ് ഈസ് ഇൻട്രൊഡക്ഷൻ പറയാൻ നമ്മൾ പറഞ്ഞ പോലെ സിക്കാഡാസ് അവരുടെ സൗണ്ട് കമ്മ്യൂണിക്കേഷൻ വെച്ചായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത്, അല്ലെ? അവര് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നോണ്ടായിരിക്കും നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒച്ച കാരണം, അല്ലെ? സോ ഇത് ടാക്സോണമിക് പൊസിഷൻ ആണ് അവരുടെ, സിക്കാഡാസിന്റെ ടാക്സോണമിക് കാറ്റഗറൈസേഷൻ ആണ്. അത് കുറച്ചും കൂടെ ഒരു സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂല് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവർ ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ടുള്ളത് ലീഫ് ഹോപ്പേഴ്സിന്റെ, ഫ്രോഗ് ഹോപ്പേഴ്സിനോടൊക്കെയാണ്. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ ഹെമിപ്റ്ററ. ഹെമിപ്റ്ററൻസിന്റെ ഓർഡറിലാണ്, ട്രൂ ബക്സിന്റെ കൂട്ടത്തിലാണ് നമ്മൾ അവരെ പെടുത്തിയിരിക്കുന്നത്. സോ ഇനി ഇവര് മെയിൽസ് ആണ്. നമ്മൾ ജനറലി പറഞ്ഞില്ലേ, മെയിൽസ് ആയിരിക്കും സൗണ്ട് ഉണ്ടാക്കുക. ഫീമെയിൽസ് ഈ കോൾസിനെ അനലൈസ് ചെയ്യും, എന്നിട്ട് ലോക്കലൈസ് ചെയ്യും. മെയിൽസിനെ അപ്രോച്ച് ചെയ്യും, എന്നിട്ട് മേറ്റ് ചെയ്യും. അങ്ങനെ തന്നെയാണ് സിക്കാഡാസിൽ നടക്കുന്നത്. കോമൺലി നമ്മൾ പറഞ്ഞ അതേ സ്ട്രാറ്റജി തന്നെയാണ്. ഇനി അവരുടെ സൗണ്ട് പ്രൊഡക്ഷൻ, എങ്ങനെ അവർ ഈ സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് അറിയണ്ടേ? സിക്കാഡാസ് എങ്ങനെയാണ് ഇത്രയും ലൗഡ് ആയിട്ടുള്ള, ഇത്രയും ചെറിയ ആനിമലിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും ചെറിയ ആനിമൽ എത്രയും ഒച്ചത്തിൽ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു മിസ്റ്ററി ആണ്, അല്ലെ? അവരുടെ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റിൽ ഒരു ഓർഗൻ ഉണ്ട്, ദാറ്റ് ഇസ് നോൺ എസ് എ ടിംബൽ അപ്പാരറ്റസ്. ഈ ടിംബൽ അപ്പാരറ്റസ് ആണ് അതിനെ സഹായിക്കുന്നത്. മെക്കാനിസം നമുക്ക് പറയാം. ഇനി ഇവർ യൂഷ്വലി ഫൈറ്റോഫാഗസ് ആയിരിക്കും. ഫൈറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ അവർ പ്ലാന്റ് സാപ്പ് ഫീഡേഴ്സ് ആയിരിക്കും. അവർക്ക് ഹെഡിന്റെ വെൻട്രൽ സൈഡിൽ ഒരു റോസ്ട്രം പ്രസന്റ് ആണ്. ഒരു നല്ല ഒരു പിയേഴ്സിംഗ് ആയിട്ടുള്ള നീഡിൽ ലൈക്ക് റോസ്ട്രം ഇസ് പ്രസന്റ്. ഇവർ ഈ റോസ്ട്രം വെച്ചിട്ട് ബാർക്കിൽ ഇങ്ങനെ കുത്തി കയറ്റി, അത് റോസ്ട്രം വെച്ചിട്ട് പിയേഴ്സ് ചെയ്യും. പിയേഴ്സ് ചെയ്തിട്ട് ഈ സാപ്പ് ഇങ്ങനെ വലിച്ചു കുടിക്കും. അതാണ് അവരുടെ ഒരു ഫീഡിങ് മെക്കാനിസം. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മൗത്ത് പാർട്സ് that will enable them to do it. So that is about the general introduction regarding the cicadas. ഇനി അവരുടെ സൗണ്ട് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ടിംബൽ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അപ്പാരറ്റസ്. നോക്കി, ആ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ടിംബൽ അപ്പാരറ്റസ്. അപ്പൊ ആ ടിംബൽ അപ്പാരറ്റസിൽ കുറെ മസിൽസ് പ്രസന്റ് ആണ്. ഈ മസിൽസ് ബക്ലിംഗ് ആൻഡ് ഡീബക്ലിംഗ്, ബക്ലിയും ഡീബക്ലിയും, ആ ഇമേജിൽ കാണുന്ന പോലെ ദ ബക്ലിംഗ് ആൻഡ് ഡീബക്ലിംഗ് ആക്ടിവിറ്റി ഓഫ് ദ ടിംബൽ മസിൽസ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സൗണ്ട് പ്രൊഡക്ഷൻ. അത് നമ്മൾ വിചാരിക്കുന്നതിലും ഫാസ്റ്റർ ആയിട്ടാട്ടോ നടക്കുന്നത്. ഒരു സെക്കൻഡിൽ തന്നെ സോ മെനി ടൈംസ് ഇറ്റ് ഇസ് വൈബ്രേറ്റിംഗ്. ദിസ് ബക്ലിംഗ് ഡീബക്ലിംഗ് ആക്ടിവിറ്റി ഇസ് ഹാപ്പനിങ്, ദറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സൗണ്ട് പ്രൊഡക്ഷൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വേർ ആൻഡ് ടെയർ സംഭവിക്കാൻ പറ്റുന്ന ഒരു മസിലാണ്, അല്ലെ? സോ ദർ വിൽ ബി സം പ്രോട്ടീൻസ് ദാറ്റ് ഇസ് നോൺ എസ് ദ റെസിലിൻ പ്രോട്ടീൻസ്. ആ റെസിലിൻ പ്രോട്ടീൻസ് ആണ് ഈ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് വേർ ആൻഡ് ടെയർ സംഭവിച്ചു പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ദർ ആർ സം റെസിലിൻ പ്രോട്ടീൻസ് ഓൾസോ ദാറ്റ് ഇസ് സപ്പോർട്ടിങ് ദിസ്. ഇനി അത് കൂടാതെ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഹോളോ. അവരുടെ അബ്ഡോമൻ കംപ്ലീറ്റ്ലി ഹോളോ ആണ്. നിങ്ങൾ ഇനി ഒരു സിക്കാഡെ കാണുമ്പോഴേ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അബ്ഡോമൻ പാർട്ട് കംപ്ലീറ്റ്ലി ഒന്നുമില്ല.
ഹോളോ ആണ്. സോ ഇറ്റ് ഇസ് ഫോർ ദ സൗണ്ട് ആംപ്ലിഫിക്കേഷൻ. ഈ ഉണ്ടാവുന്ന ബക്ലിംഗ് ഡീബക്ലിംഗ് ആക്ടിവിറ്റി വഴി ഉണ്ടാവുന്ന ഈ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് ഈ ഹോളോ അബ്ഡോമൻ. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് കൂടുന്നില്ലേ? സെയിം മെക്കാനിസം. ആ ഒരു ഹോളോ ഹോളോ സ്ട്രക്ചർ ആകുമ്പോഴത്തേക്കും സൗണ്ടിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. സോ അതിന് വേണ്ടിയിട്ട് അവർ ആ ഹോളോ സൗണ്ട് പ്രൊഡക്ഷൻ മെക്കാനിസം ഇസ് ബീങ് യൂട്ടിലൈസ്. സോ ടിംബൽ apparatus, buckling debuckling action, and followed by the amplification by the hollow abdominal structure. This is how they make the sound. Interesting അല്ലേ? സോ ഇനി നമ്മൾ ഓർത്തോപ്റ്ററൻസിനെ പറഞ്ഞില്ലേ, ക്രിക്കറ്റ്സ് രാത്രി സൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരൊരു എൻറ്റയർലി ഡിഫറെന്റ് മെക്കാനിസം ആട്ടോ. ഇങ്ങനെയല്ല അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നോക്കിക്കോ, ഇറ്റ് ഇസ് ബൈ എ ഡിഫറെന്റ് മെക്കാനിസം. അതുകൊണ്ടാണ് പറഞ്ഞത് ദേ ആർ ഡിഫറെന്റ് സ്പീഷീസ്. സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ് സ്പീഷീസ്. ഇനി നമ്മള് ഇതിന്റെ നമ്പറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സിക്കാഡാസ് എത്ര നമ്പർ ഉണ്ട്? ഒരു വേൾഡിൽ ഒരു 3000 സിക്കാഡാസിനെ ഇപ്പൊ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൽ തന്നെ 2 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും: പീരിയോഡിക്കൽ സിക്കാഡാസ് ആൻഡ് ആനുവൽ സിക്കാഡാസ്. ഈ പീരിയോഡിക്കൽ സിക്കാഡാസ് കുറച്ചും കൂടെ ഫേമസ് ആണ് അല്ലെ. ഈ ബ്രൂഡെക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടാവും. ഒരുപാട് സിക്കാഡാസ് ഒന്നിച്ച് എമർജ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഈ പീരിയോഡിക്കൽ സിക്കാഡാസിനാണ്. അവർ യൂഷ്വലി അവരുടെ എമർജൻസിൽ ഒരു പീരിയോഡിസിറ്റി ഉണ്ടാവും. അതായത് 13 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 17 വർഷത്തിലൊരിക്കൽ ഒരുപാടെണ്ണം ഒന്നിച്ചങ്ങ് എമർജ് ചെയ്യാൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് എങ്ങനെ അറിയാം ഈ 13 കൊല്ലം കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് എമർജ് ചെയ്യണമെന്ന്? സം സിർക്കേഡിയൻ റിതംസ്, കൺട്രോൾ ക്ലോക്സ് ഉണ്ട് അവരുടെ. ദേ ക്യാൻ റെഗുലേറ്റ് ദിസ്. സോ ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലെ. മാജി സിക്കാഡ ഗ്രൂപ്പ് ആണ് അവർ യൂഷ്വലി ഇറ്റ് ഇസ് ഇൻ അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ഇറ്റ് ഇസ് യൂഷ്വലി കൂടുതലും കാണുന്നത്. ഇവിടെ കുറവാണ്, പീരിയോഡിക്കൽ സിക്കാഡാസ് വളരെ കുറവാണ്. ഇനി ആനുവൽ സിക്കാഡാസ് ആണ് ഇന്ത്യയിൽ കൂടുതലും. നമ്മുടെ ഇവിടെ ഇന്ത്യൻ റീജിയൻ അല്ലെങ്കിൽ നമ്മൾ കേരള റീജിയനിലൊക്കെ കൂടുതൽ കാണുന്ന ആനുവൽ സിക്കാഡാസ് ആണ്. ആനുവൽ സിക്കാഡാസ് എന്ന് പറയാൻ അവര് ഇയർലി വൺസ് എമർജ് ചെയ്യും. പക്ഷെ അഡൾട്ട് ഒരു 2 to 3 വീക്സ് ഒക്കെ ജീവിക്കുള്ളൂ കേട്ടോ. 2-3 ആഴ്ചകൾ കഴിഞ്ഞാൽ അത് ചത്തുവും. പിന്നെയും അടുത്ത സൈക്കിൾ ഹാസ് ടു ബി കണ്ടിന്യൂഡ്. സോ ദാറ്റ് ഇസ് നോൺ എസ് ഈ ആനുവൽ സിക്കാഡാസ്. അപ്പൊ വെസ്റ്റേൺ ഗാർഡ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം കറന്റ്ലി ദർ ഇസ് അബൌട്ട് 51 സ്പീഷീസ്. അത്രേ ഉള്ളൂ, 51 സ്പീഷീസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനകത്തുനിന്ന് എന്ത് മനസ്സിലാക്കാം? 51 സ്പീഷീസേ ഉള്ളൂ വെസ്റ്റേൺ ഗാർഡ്സിലല്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ്. കുറേ പഠിക്കാനുണ്ട് നമ്മൾ. ഇനി കേരള, ദർ ഇസ് നോ സച്ച് റെക്കോർഡ്. കേരളത്തിലെ ഒരു റെക്കോർഡൊക്കെ ഉണ്ടാക്കാനാണ് മൈ മൈ വർക്ക് മൈ വർക്ക് ഇസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ കേരള റീജിയൻ ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. സോ ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ. അതിൽ ആ ഫസ്റ്റ് ഇമേജ് ഉണ്ടല്ലോ, ഇമേജിന് കോപ്പിറൈറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് ടുക്ക് ബൈ മനോജ് പി. ഈ ഈ ഒരു പ്രോസസ്സ് കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി റയർ കേട്ടോ. ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന്റെ എക്സോസ്കെലിട്ടണിൽ നിന്ന് ഈ സിക്കാഡ പുറത്ത് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. നോക്കി ആ വിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. യൂഷ്വലി സിക്കാഡാസിന്റെ വിങ്സ് കുറച്ചും കൂടെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. പക്ഷെ ഇതില് ഡാർക്കിനൊന്നും ആയിട്ടില്ല. ഇനി ഡാർക്കിൻ ആവാനുണ്ട്. എയറുമായിട്ട് ഇറ്റ് ഹാസ് ടു ഗെറ്റ് കോൺടാക്ട് ആൻഡ് ഇറ്റ് ഹാസ് ടു ഇവൻച്വലി ഫോം ദ കളറേഷൻ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് എക്ലോസ്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് എമേഴ്സ്ഡ് ആയിട്ടുള്ള, എക്ലോഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയാം. അപ്പൊ ജസ്റ്റ് എമേഴ്സ്ഡ് ആയിട്ടേ ഉള്ളൂ ഇവര്. ഇനി ഇറ്റ് ഹാസ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് കളറേഷൻ പ്രോസസ്. അഡൾട്ട് ആയിട്ട് മാറണം. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ അതിന്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ, ലൈഫ് സൈക്കിളിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഡേറ്റ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഗ്യാപ്പ്, റിസർച്ച് ഗ്യാപ്പ് ആണ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഒബ്സർവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇറ്റ് ഇസ് വെരി നൈസ് ടു ലുക്ക് ഓൺ ടു ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അപ്പം യൂഷ്വലി എങ്ങനെയാ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ മേറ്റിംഗ് ദ ഫീമെയിൽസ് ദേ ആർ ഹാവിങ് അബ്ഡോമൻ. ഒരു കൂർത്ത അബ്ഡോമൻ ആണ് അവർക്ക് ഉണ്ടാവുക. ആ കൂർത്ത അബ്ഡോമൻ എന്ന് വെച്ചാൽ അവർ ബാർക്കിൽ പിയേഴ്സ് ചെയ്തിട്ട് എഗ് ലേ ചെയ്യും. എഗ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാർ നിംഫ് ആകുമ്പോഴത്തേക്ക് അവർ സോയിലിലേക്ക് റീച്ച് ചെയ്യും. സോയിലാണ് ബാക്കിയുള്ള സ്റ്റേജസ് ഒക്കെ നടക്കുന്നത്. ഈ ഫസ്റ്റ് ഇൻസ്റ്റാർ മുതൽ ആ ലാസ്റ്റ് എമർജൻസ് വരെയുള്ള സമയമാണ് ബാക്കി. ഈ ആനുവൽ സിക്കാഡാസ് വൺസ് എമർജ് ചെയ്യുള്ളൂ, 2 ആഴ്ച ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. മോസ്റ്റ്ലി അവർ മണ്ണിന്റെ അടിയിലായിരിക്കും. 2 ആഴ്ച മാത്രമേ അവർ ഈ കോൾ ചെയ്യുന്ന അഡൾട്ട്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അഡൾട്ട് ഫോം ആയിട്ട് മാറുന്നുള്ളൂ. അല്ലാത്ത എല്ലാ സ്റ്റേജസിലും അവർ സോയിലായിരിക്കും. സോയില് ഫസ്റ്റ് ഇൻസ്റ്റാർ മുതൽ ബാക്കിയുള്ള ലാസ്റ്റ് 5th ഇൻസ്റ്റാർ വരെ ദേ കംപ്ലീറ്റ് ഇൻസൈഡ് ദ സോയിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് they'll emerge into the adult ones. So ഇനി
എന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഐ ഗോ ടു ഫീൽഡ് ഐ റെക്കോർഡ് ദ സൗണ്ട്. സിക്കാഡാസിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ച കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഇഫ് ഐ എം ഗോയിങ് ടു ട്രിവാൻഡ്രം, നെയ്യാറിൽ പോയി സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും ഇപ്പൊ തൃശ്ശൂരിൽ പീച്ചിയിൽ നിന്ന് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് സൗണ്ട്സ്. നമുക്ക് അത്ഭുതം തോന്നും, ഇത് രണ്ടും സിക്കാഡ ആണോ? അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സൗണ്ട്സ് ആയിരിക്കും. ഞാൻ കുറച്ച് സൗണ്ട്സ് നിങ്ങളെ കേൾപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. യുണീക്ക് സൗണ്ട്സ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? ഓരോന്നും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഇപ്പം ഒരു റീജിയനിൽ കാണുന്ന സ്പീഷീസ് അല്ല വേറൊരു റീജിയനിൽ കാണുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്ട്. അപ്പം മൈ ഒബ്ജക്റ്റീവ് ഇസ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ദീസ് സിക്കാഡാസ് ബേസ്ഡ് ഓൺ ദർ കോൾസ്. അവരുടെ കോൾ അനുസരിച്ച് നമുക്ക് ഈ സ്പീഷീസിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മൈ സ്റ്റഡി. സോ ഐ യൂസ് ദീസ് റെക്കോർഡേഴ്സ്. ഇവരുടെ ഈ റെക്കോർഡേഴ്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാൻഡി, നല്ല കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന റെക്കോർഡേഴ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് ടാസ്ക്യാം. ആ ടാസ്ക്യാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൾസോ യു ക്യാൻ യൂസ് ദ സൂം റെക്കോർഡേഴ്സ് ആർ ഓൾസോ ഗുഡ്. അപ്പൊ ഇത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോയിട്ട് അതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? അനാലിസിസ് ഇസ് ദ നെക്സ്റ്റ് പാർട്ട്. ഞാൻ ഇങ്ങനെ റാവൻ പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. റാവൻ പ്രോ പോലുള്ള സോഫ്റ്റ്വെയർസിൽ ഞാൻ ഈ സൗണ്ടിനെ വേവ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ വേവ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സിഗ്നൽ പ്രോപ്പർട്ടീസ്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സിഗ്നൽ പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ റേവൻ പ്രോ യൂഷ്വലി ഉണ്ടല്ലോ, ബേർഡ്സിന്റെ സൗണ്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയ യൂഷ്വലി യൂസ് ചെയ്യാം. പക്ഷെ സിക്കാഡാസിന് വേണ്ടിയിട്ട് ഐ എം ട്രൈങ് ടു യൂസ് ഇറ്റ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഓരോ സ്പീഷീസിന്റെ സൗണ്ട് ഇതിനകത്ത് അനലൈസ് ചെയ്യുമ്പോഴും, നമ്മൾ ആ നീല കളറിൽ കാണിച്ചിട്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ, അതിന്റെ ഒരു സൂംഡ് വ്യൂ ആണ് ഈ സിഗ്നൽ പ്രോപ്പർട്ടീസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഓരോ സ്പീഷീസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്താ സിലബിൾസ് ഉണ്ട്. ഓരോ യൂണിറ്റ്, ആ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളെ നമ്മൾ പറയുന്ന സിലബിൾ ആണ്. സൗണ്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സിലബിൾ ആണ്. ആ സിലബിളിന്റെ പീരീഡ്, ആ സിലബിൾ എത്ര ഡ്യൂറേഷനിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ ചെറുപ്പ്, ആ സിലബിളിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ചെറുപ്പ് എന്ന് പറയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ വേവ് പാറ്റേണിൽ നമ്മൾ സൗണ്ടിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ there are certain parameters or there are certain properties that is different for these different species. ഓരോ സ്പീഷീസ് എടുക്കുമ്പോഴും നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ അനാലിസിസ് ചെയ്യുമ്പോഴും ഓരോന്നിനും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഓരോ ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. സോ ദാറ്റ് ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് അല്ലെ? ഓരോ സ്പീഷീസും ഓരോ സ്പീഷീസിനും ഓരോ അക്കൂസ്റ്റിക് ആയിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും? എന്നാൽ മാത്രമേ കറസ്പോണ്ടിങ് ഫീമെയിൽസിലേക്ക് അവർക്ക് സൗണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ ആയിരുന്നു കോൾ ചെയ്യുന്നെങ്കിൽ ഹൗ ദ ഫീമെയിൽസ് വിൽ ഐഡന്റിഫൈ ദർ കോൾസ്? സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് differences that the females are able to identify the correct conspecific male. ഈ സിഗ്നൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അനാലിസിസ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് ഇൻ മൈ ഒബ്ജക്റ്റീവ്. സൗണ്ട് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ചെയ്യുന്ന എന്താണ്? സിക്കാഡാസിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു, അതിന്റെ അനാലിസിസ് ചെയ്യുന്നു, ഈ സിഗ്നൽ പ്രോപ്പർട്ടീസ് നോക്കുന്നു. ഓരോ സ്പീഷീസിനും ദ സിഗ്നൽ പ്രോപ്പർട്ടീസ് ഇസ് ഡിഫറെന്റ്. ആൻഡ് ഓൾസോ ഇപ്പം കുറച്ചധികം ഫീൽഡൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കും പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ട് അല്ല നമ്മൾ വേറെ ഒരു പെർട്ടിക്കുലർ സൗണ്ട് കേട്ടാൽ ഇതല്ലല്ലോ വേറെ അവിടെ കേട്ടെന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് സൗണ്ട് ഇസ് സച്ച് സ്പെസിഫിസിറ്റി, ദാറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സൗണ്ട്സ് ആയിരിക്കും ഓരോ റീജിയനിൽ കേൾക്കുന്നുണ്ടാവുക. സോ ഇതൊരു പെർട്ടിക്കുലർ സ്പീഷീസ് ആണ്, ദുന്ദുബിയ സ്പീഷീസ് എന്ന് പറയും. സോ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഭയങ്കര ഒരു സ്ക്രീച്ചി സൗണ്ടാണ്, ഒരു ക്രാക്കി സൗണ്ടാണ്. ഒരു ഭയങ്കര ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. സോ ഈ സൗണ്ട് ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് വേറെ ഒരാളുടെ സൗണ്ട് കേൾക്കാം. ഇതൊരു ചെറിയ ആളാണേ, വളരെ ചെറിയ, സെന്റിമീറ്റേഴ്സ് ഓൺലി. ഇതിനെ കാൽക്കഗിനസ് സ്പീഷീസ് എന്ന് പറയും. സോ കാൽക്കഗിനസിന്റെ കോള് നേരത്തെ കേട്ട കോൾ അല്ലല്ലോ. ദിസ് ഇസ് ഡിഫറെന്റ് കോൾ. ദിസ് ഇസ് എ ഡിഫറെന്റ് കോൾ. ഇനി പോംപോണിയ സൈനിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് കേട്ടോ. അവരുടെ അബ്ഡോമൻ റീജിയൻ ഇല്ലേ, അവരുടെ ബോഡി കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആണ്. ശരിക്കും സൺലൈറ്റിലേക്ക് നമ്മൾ പിടിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല നല്ല ഭംഗിയാണ് കാണാൻ. സോ അവരുടെ സൗണ്ട് നോക്കിയേ, അവരുടെ സൗണ്ട് ഒരു ഡിസ്റ്റിങ്ക്ട് സൗണ്ട് ആണ് കേട്ടോ. ഈ സൗണ്ട് നമ്മൾ ഈ ഹൈ റേഞ്ചസിലൊക്കെ പോവാണെങ്കിലേ, ഇടുക്കി അങ്ങനെയൊക്കെ നമ്മൾ ടൂറൊക്കെ പോവാണെങ്കിൽ ശ്രദ്ധിച്ചാണ്ടല്ലോ, ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഡിസ്റ്റിങ്ക്ട് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ട്. സോ ദാറ്റ് ഇസ് ദ സൗണ്ട് ഓഫ് പോംപോണിയ സൈനിയ. ഓക്കെ, ഇത് നോക്കിയേ, വെരി കളർഫുൾ ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് അല്ലേ? നമ്മുടെ
ഇത് സിക്കാടെ ആണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോ, അത്രയും ബ്യൂട്ടിഫുൾ കളറേഷൻ ഒക്കെ ഉള്ള ആളാണ്. ഇറ്റ് ഇസ് ഗൈന ആറ്റ്കിൻസോണി. ഓക്കെ, ഗൈന ആറ്റ്കിൻസോണി എന്നാണ് പേര്. അതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടെ, അതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ സൗണ്ട് കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ സൗണ്ട് ഡ്രില്ല് ചെയ്യുന്ന സൗണ്ട് അല്ലേ? ഡ്രില്ലിങ് സൗണ്ടാ അല്ലേ? നമ്മളൊരു ഉം, കണ്ടോ? ഡ്രില്ലിങ് ഡ്രില്ലിങ് സൗണ്ടാ. അൺമിസ്റ്റേക്കബിൾ സൗണ്ട് ആണ്. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീഷീസ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ? ഇനി ദിസ് ഇസ് ക്രെമിസ്റ്റിക്ക സെമിനിഗർ. ഒരു ഇൻട്രസ്റ്റിംഗ് സ്പീഷീസ് ആണ്. രണ്ട് സൈഡിൽ ഓരോ അബ്ഡോമനിൽ രണ്ട് വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്. കാണാനൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ കണ്ടില്ലെങ്കിലും നമുക്ക് അവരെ മനസ്സിലാവും, കാരണം their calls is distinct. ഇത്രയും നേരം കേട്ട കോളാണോ? ഇറ്റ് ഇസ് ഡിഫറെന്റ് അല്ലേ? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഇസ് എ ഡിസ്റ്റിങ് കോൾ. ഷോർട്ട് കോളാ. ഷോർട്ട് കോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുന്നു, പിന്നെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയി. ദിസ് ഇസ് ദ സൗണ്ട് ഓഫ് ക്രെമിസ്റ്റിക്ക. ഇനി ഇത് ലെമൂറിയാന എപ്പിക്കാലിസ്. രണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ പോലെ നോക്കിയേ, തലയിൽ രണ്ട് റെഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ദേ ആർ വെരി ബ്യൂട്ടിഫുൾ. നല്ല പച്ച കളർ കണ്ണൊക്കെ ആയിട്ടെ അഞ്ജന, ഉള്ള. കോൾ അത്ര ക്ലിയർ ആകുന്നില്ല കേട്ടോ. ആണോ? ആ, സൗണ്ട് ഞാൻ കുറച്ചു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മിസ്സേ? ഇല്ല ഇല്ല. കേൾക്കാമല്ലോ. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പൊ നേരത്തെ സ്പീഷീസിന്റെ സൗണ്ട് കേട്ടായിരുന്നോ? ഒന്നുകൂടെ കേൾക്കണോ? ഈ സ്പീഷീസിന്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ. ഇത് ഡ്രില്ലിംഗ് സൗണ്ട് ആണ് അല്ലേ? ഡ്രില്ല് ചെയ്യുന്ന സൗണ്ട് പോലെ ഇല്ലേ? ഇപ്പൊ കേൾക്കാം. വെരി ക്ലിയർ. ക്ലിയർ ആണ് അല്ലേ? സോ ദിസ് ഇസ് എ ഡ്രില്ലിംഗ് സൗണ്ട് അല്ലേ? ഡ്രില്ലിംഗ് ഇസ് ഹാപ്പനിങ്. ഡ്രില്ലിംഗ് സൗണ്ട് ഇസ് ഏറ്റവും അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള സൗണ്ട് ആണ്. ഇവരെ നമുക്ക് യൂഷ്വലി ഒരു സൗത്തിലേക്കൊക്കെ കൂടുതൽ കാണാം. ആൻഡ് ഓൾസോ ഇൻ മലക്കപ്പാറ. ഐ ഹാവ് കളക്ടഡ് ദിസ് ഫ്രം മലക്കപ്പാറ. അപ്പോൾ ഇങ്ങനെ ഇനി അവിടെയൊക്കെ ടൂർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി ഈ ക്രെമിസ്റ്റിക്കയുടെ സൗണ്ട്. ഇതൊരു ഡിഫറെന്റ് സൗണ്ട് അല്ലേ? ഇത്ര നേരം കേട്ട സൗണ്ട് അല്ല അല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് സൗണ്ട് അല്ലേ? ചെറിയൊരു ചിർപ്സ്. ആദ്യം ചെറിയ ചെറിയ ചിപ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൾ ആയിട്ട് മാറുന്നു അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ദെൻ ഇതാണ് ലെമൂറിയാന എപ്പിക്കാലിസ്. പിന്നെ കോള് കുറച്ച് നമ്മള് കുറച്ച് ശ്രദ്ധിച്ചാലേ നമ്മൾ കേൾക്കുള്ളൂ. അത്രയും ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള കോൾസ് അല്ല. ഉം. ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള കോൾ അല്ല, ചെറിയൊരു കോളാണ്. പക്ഷെ ഇവരെ കാണാൻ നല്ല ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആണ്. രണ്ട് റെഡ് മാർക്സ് ഉണ്ട് അവരുടെ ബോഡിയിൽ. ദ കോൾ ഇസ് ഒരു സിമ്പിൾ കോളാണ്. ഇനി ഇത് ഇൻഡോ പുരാന സ്പീഷീസ്. കാണാൻ നമ്മുടെ നമ്മുടെ കോമൺ ലൊക്കാലിറ്റിയിലുള്ള സ്പീഷീസ് ആണ് ഇൻഡോ പുരാന പറയും. ഇൻഡോ പുരാന സ്പീഷീസ്. ഈ ഇൻഡോ പുരാന സ്പീഷീസിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. കാണാൻ അതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഞാൻ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഇറ്റ് ഡിസ്റ്റിങ്ക്റ്റ്. കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. പുതിയ സ്പീഷീസ്, ഹോപ്പ്ഫുള്ളി പുതിയ സ്പീഷീസ് ആണെന്ന് വിചാരിക്കുന്നു. കേട്ടോ, സൗണ്ട് ഇസ് ഡിഫറെന്റ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ലോക്കലി പ്രസന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇൻഡോ പുരാന. ബട്ട് ദ കോൾ ഇസ് ഡിഫറെന്റ്. ഈ കോളിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഓൾദോ ഇറ്റ് ഇസ് മോർഫോളജിക്കലി സിമിലർ, ഇറ്റ് ഇസ് ഹാവിംഗ് എ വെരി ഡിസ്റ്റിങ്ക്റ്റ് കോൾ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ വി ഹാവ് റീച്ച് ദ കൺക്ലൂഷൻ പാർട്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എത്രമാത്രം എന്റെ റിസർച്ചിനെ എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അറിയില്ല. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ
ദർ ആർ സോ മെനി, എനിക്ക് പറയാനുള്ളത് ദർ ആർ സോ മെനി റിസർച്ച് ഗ്യാപ്സ്, ഒരുപാട് റിസർച്ച് ഗ്യാപ്സ് ഉള്ള ഒരു ഫീൽഡാണ് സിക്കാഡ സ്റ്റഡീസ്. ദർ ആർ വെരി ഫ്യൂ ടു നിൽ എന്ന് തന്നെ പറയാം. നമ്മുടെ കേരള റീജിയനിലെ സിക്കാഡ സ്റ്റഡീസ് ഭയങ്കര കുറവാണ്. അതിൽ ആ ജിഫ് എമർജ് ചെയ്യുന്ന കേട്ടോ, നേരത്തെ പറഞ്ഞ പ്രോസസ്സ് വഴി എമർജ് ചെയ്യുന്ന ഒരു സിക്കാഡയാണ് ആ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് അക്കോസ്റ്റിക് പാർട്ടീഷനിങ്, അത് ഡിഫറെന്റ് രീതിയിൽ എല്ലാ അനിമൽസിന്റെ എയിം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടു സക്സസ്ഫുള്ളി കോ എക്സിസ്റ്റ്. ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ അവർക്ക് സക്സസ്ഫുള്ളി കോ എക്സിസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും അവരുടെ സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. സോ ദ എവല്യൂഷൻ ഹാസ് പ്ലേഡ് എ പാർട്ട്. Evolution has played a part in such a way that each and every organism, it is having its own unique way of propagating their sounds such that it reaches male നിന്ന് ഫീമെയിലേക്ക് റീച്ച് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന രീതിയിൽ അവർ അവരുടെ സൗണ്ടിനെ മാറ്റിയിട്ടുണ്ട് അല്ലെ, അവരുടെ സൗണ്ടിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എവറി ഓർഗാനിസം ക്യാൻ ത്രൈവ് ആൻഡ് കോഎക്സിസ്റ്റ്. സോ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ചെറിയ ചെറിയ സൗണ്ട് ഒക്കെ നമ്മുടെ ചുറ്റും കേൾക്കുന്ന സൗണ്ട്സിനൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും ഒരു അവർ മൈൻഡ് സെറ്റ് ഷുഡ് ബി മോർ ഓഫ് എക്കോസെൻട്രിക് അല്ലെ. നമ്മള് യൂഷ്വലി നമ്മുടെ ഇവല്യൂഷന്റെ സമയത്ത് നമ്മളും ബാക്കിയുള്ള എല്ലാ ക്രീച്ചേഴ്സിന്റെ പോലെ തന്നെ ഒരു നോർമൽ ബീങ് ആയിരുന്നു. ബട്ട് ഓഡ്സ് ആർ ഫേവറബിൾ ടു അസ്. നമ്മൾക്ക് ഓഡ്സ് നമ്മളുടെ ഫേവറബിൾ ആയതുകൊണ്ട് നമ്മളൊരു ഡൊമിനന്റ് സ്പീഷീസ് ആയിട്ട് ഇപ്പൊ മാറിയെന്നേ ഉള്ളൂ. വി ആർ ഹാവിങ് ആൻ ഇൻട്രിക്കേറ്റ് കണക്ഷൻ. ഈ സ്പീഷീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ബി an ecocentric person rather than being an egocentric person. ചെറിയ ചെറിയ കൺസർവേഷൻ എഫേർട്സും ഒക്കെ നമ്മൾ നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാൻ നോക്കണം. സോ വൺസ് മോർ താങ്ക് യു സോ മച്ച് ടെജി മിസ്. എനിക്ക് എന്നെ ഈ റീവൈൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ മിസ്സാണ്. അപ്പൊ മിസ്സിന് എന്റെ താങ്ക്സ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന റീവൈൽഡിന് വൺസ് മോർ ഐ എം താങ്ക്ഫുൾ. പിന്നെ ഈ സമയം എന്റെ കൂടെ ചെലവഴിച്ച എല്ലാവർക്കും എന്റെ താങ്ക് യു സോ മച്ച്. മനോജ് സർ. ആ ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവട്ടെ. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ അഞ്ജന ചോദിക്കാം. അപ്പോ സ്റ്റുഡൻസിനും എല്ലാവർക്കും ചോദിക്കാം. Ma'am, why do crickets tend to chirp during the night? ഞാനിപ്പോ പറഞ്ഞ പോലെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ്, എവല്യൂഷൻ ഹാസ് പാർട്ടീഷൻ. അവർക്ക് അവരുടെ സൗണ്ട് ഏറ്റവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് നൈറ്റ് ടൈമിലാണ് കൂടുതൽ ഫേവറബിൾ. ഞാൻ അത് പറയണമെങ്കിൽ നമുക്ക് അതിന്റെ സൗണ്ട് പ്രൊഡക്ഷൻ മെക്കാനിസം ജസ്റ്റ് ഒന്ന് പറയാതെ. ഇപ്പം സിക്കാഡാസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ദർ ഇസ് എ ടിമ്പൽ അപ്പാരറ്റസ്. അതിന്റെ ബക്ലിംഗ് ഡീബക്ലിംഗ് ആക്ഷൻസും അതിന്റെ ആംപ്ലിഫിക്കേഷനും ഒക്കെ വഴിയാണ് സിക്കാഡാസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ക്രിക്കറ്റ്സിന്റെ സൗണ്ട് പ്രൊഡ്യൂസിങ് അപ്പാരറ്റസ് ഇറ്റ് ഇസ് മോർ ഓഫ് എ ഫയൽ ആൻഡ് സ്ക്രേപ്പർ മെക്കാനിസം എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ സാധനത്തിൽ ടീത്ത് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിച്ചോ, പിന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് വെച്ച് നമ്മൾ അതിന്റെ മുകളിൽ റബ്ബ് ചെയ്താൽ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്, ആ രീതിയിലായിരിക്കും ക്രിക്കറ്റ്സ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ അത് മോർ ഓഫ് എ പ്രഷർ ലെവലിലാണ് ആ സൗണ്ട്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ സൗണ്ടിന്റെ മെക്കാനിക്സ് ആണ് കേട്ടോ അത്. എന്ന് വെച്ചാൽ ക്രിക്കറ്റ്സിന് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ സൗണ്ട് പ്രൊപ്പഗേഷൻ ആംപ്ലിഫിക്കേഷൻ ഇല്ലാതെയും അവരുടെ സൗണ്ട് ഡിസ്റ്റോർഷൻ ഇല്ലാതെയും കൂടുതൽ നന്നായിട്ട് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് ടൈമിലാണ്. കാരണം എന്താണെന്നല്ലോ, ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതൊക്കെ കൂടുതൽ അവരുടെ മെക്കാനിസത്തിനെ, ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിന് കൂടുതൽ ഫേവറബിൾ ആവുന്ന ടെമ്പറേച്ചർ നൈറ്റ് ടൈമിലാണ്. ടെമ്പറേച്ചർ ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ ഡേയും നൈറ്റും തമ്മിൽ. മൈക്രോ ഹാബിറ്റാറ്റ് ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ, ഹ്യൂമിഡിറ്റിയിലുള്ള ഡിഫറൻസസ് ഉണ്ടാവും, ദർ ഇസ് വിൻഡ് സ്പീഡ് ഡിഫറൻസസ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് വിൽ ഇനേബിൾ ദ ക്രിക്കറ്റ്സ് ടു more effectively propagate their signals during night. ഡേയെക്കാട്ടിലും നൈറ്റിലായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്. അപ്പം എവല്യൂഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്തത്? ഇനിഷ്യലി ഇവരെല്ലാവരും ഒന്നിച്ച് കോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവൻച്വലി crickets has restricted their call to night and cicadas has restricted their call to night. Why? Because അവർക്ക് ആ സമയത്ത് കോൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടാവുക. മനസ്സിലായോ? സൗണ്ട് മെക്കാനിക്സ് ആണ്. അഞ്ജന, എന്തോ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഒരു മുതിർന്ന ആളാണ്. ഈ വീട്ടിൽ ഇരിക്കുന്നവരുടെ ഭയങ്കര ശല്യമായിട്ട് തോന്നും ഈ ചീവീടിന്റെ കരച്ചില്. അപ്പൊ ഇത് ഇവിടെ ഇരിക്കാനുണ്ടെന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ ആ സൗണ്ട് കേൾക്കുന്നിടത്തോട്ട് പോയാൽ അത് വേറെ സ്ഥലത്ത് കേൾക്കും. അപ്പൊ അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ?
എന്താണെന്നറിയാമോ, ഇനിഷ്യലി എനിക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെ കളക്റ്റും കൂടെ ചെയ്യണേ. 2-3 വളരെ മിനിമം ആയിട്ടുള്ള സ്പീഷീസിനെ എനിക്ക് കളക്ട് ചെയ്തതിന് ടാക്സോണമി കൂടി പഠിക്കണം. വേറൊരു ആസ്പെക്റ്റിൽ കൂടെ അതിനെ നോക്കാനുണ്ട്. അപ്പോൾ ഇനിഷ്യലി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് എന്റെ മിസ്സിനോടൊക്കെ പറയായിരുന്നു, മിസ് എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, പേഷ്യൻസ്. ഇവരെ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ബി സോ ലക്കി. നമുക്ക് കുറച്ച് പേഷ്യൻസ് വേണം. മാത്രമല്ല അവരുടെ കോള് യൂണി ഡയറക്ഷണൽ അല്ല എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് ഒരേ ഡയറക്ഷൻ അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടായിരിക്കും സൗണ്ട് കേൾക്കുക. അപ്പൊ നമുക്ക് അതിനെ ലോക്കലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് അതിനോടുള്ള ഇഷ്ടത്തിന് പുറത്ത് നമ്മളിപ്പോ ഒരു ദിവസം നോക്കിയാൽ ചിലപ്പോൾ കാണുന്നില്ല, പക്ഷെ കണ്ടിന്യൂസ്ലി ഇഫ് യു ആർ ട്രൈങ് ടു ലോക്കലൈസ് ദം വിൽ ബി സക്സസ്ഫുൾ. ഒരു ദിവസം കാണാൻ പറ്റും. അന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം സം എഫേർട്ട് വിൽ ബി ദർ. ദാറ്റ് ഇസ് ദ തിങ്. Ma'am, Ah. I have a doubt. So, Okay. what do they eat? ഞാൻ പറഞ്ഞില്ലേ, ഫൈറ്റോഫാഗസ് ആണ്. അതായത് അവർക്ക് റോസ്ട്രം എന്ന് പറഞ്ഞൊരു റീജൻ ഉണ്ട്. അത് വെച്ച് നമ്മുടെ ട്രീസിൽ പിയേഴ്സ് ചെയ്തിട്ട് പ്ലാന്റ് സാപ്പ് എന്ന് പറയും. സാപ്പ് ഇല്ലേ, പ്ലാന്റ് സാപ്പ് ആയിരിക്കും Okay. അവർ കൺസ്യൂം ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, യൂഷ്വലി നമ്മൾ ഈ സ്റ്റഡീസിന് വേണ്ടി ഇവരെ റെയർ ചെയ്യും, ബ്രീഡ് ചെയ്യും. ഈ ക്രിക്കറ്റ്സിനെയൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും, കാരണം അവര് ലീവ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുക. പക്ഷെ ഈ സിക്കാഡാസിന്റെ ഒരു ബ്രീഡിംഗ് സ്റ്റഡീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എന്താണെന്നറിയോ, നമുക്ക് പ്ലാന്റ് സാപ്പ് കൊടുത്തിട്ട് അവരെ വളർത്താൻ പറ്റില്ല, അല്ലെ? പ്ലാന്റ് സാപ്പ് ഫീഡ് കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമുക്ക് പ്ലാന്റ് സാപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. അങ്ങനെ അവരെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ബ്രീഡിംഗ് ചെയ്യാൻ എളുപ്പമുള്ള സ്പീഷീസ് അല്ല സിക്കാഡാസ്. സോ യുവർ സ്റ്റഡീസ് ഹാസ് ടു ബി കോൺസെൻട്രേറ്റഡ് മോർ ഇൻ എ നാച്ചുറൽ സെറ്റ്. നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ അവരെ പഠിക്കണം. അതായത് അവരുടെ അടുത്ത് പോയി പഠിക്കണം. നമ്മൾ അവരെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിലും വി ഹാവ് ടു ബി ഇൻ ദ നേച്ചർ ആൻഡ് സ്റ്റഡി ദാറ്റ്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി. പിന്നെ ആ. മാം പറഞ്ഞില്ലേ ഒരു ചില സിക്കാഡാസ് പ്രൈഡോഡിക്ലിയ ഹാച്ച് ആവാന്ന്. ചില അപ്പൊ സിക്കാഡാസ് അതില് ഒന്നുകൂടെ പറയാമോ? പീരിയോഡിക്കലി ആണ് ഹാച്ച് ആവുക. പീരിയോഡിക്കലി ഹാച്ച് അപ്പൊ അത് ഇന്ത്യയിൽ ഏതൊക്കെയാ കാണുന്നത്? ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ മേഘാലയ റീജിയനിലാണ് മോസ്റ്റ്ലി ഇപ്പൊ സ്റ്റഡീസ് സിക്കാഡാസിൽ നടന്നിട്ടുള്ളത്. ദർ ഇസ് എ പേഴ്സൺ ഹു ഇസ് നോൺ എസ് വിവേക് സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളാണ് ഇപ്പൊ കൂടുതൽ സിക്കാഡാസിനെ പഠിക്കുന്നത് കേട്ടോ. മേഘാലയയിലാണ് സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു എക്സെപ്ഷൻ ഇപ്പം കറന്റ്ലി ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഒരു ക്രെമിസ്റ്റിക്ക റിപ്നോയി പറഞ്ഞ ഒരു സ്പീഷീസ് ഉണ്ട്. അവര് 4 ഇയേഴ്സ് കൂടുമ്പോൾ പീരിയോഡിക്കൽ 4 ഇയേഴ്സിൽ പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ വൈ ദേ ആർ ഷോയിങ് ദിസ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പീരിയോഡിസിറ്റി അറിയില്ല. സ്റ്റഡീസ് ഹാസ് ടു ബി ദർ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സ്റ്റഡി. അപ്പോൾ എന്താണെന്നുള്ളത് അത് ബിഹേവിയറൽ, ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിന്റെ റീസൺ കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ദർ ആർ സം വെരി ഫ്യൂ. എനിക്കൊന്നു ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇതുവരെ, പീരിയോഡിക്കൽ സിക്കാഡാസ് ഇൻ ഇന്ത്യ. ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. സോ till now ചിലപ്പം we only know. സ്റ്റഡീസ് ഇല്ലാത്തോണ്ടായിരിക്കാം കേട്ടോ. സ്റ്റഡീസ് കൂടുതൽ വരുമ്പോ വിൽ ബി ഫൈൻഡിങ് മോർ. താങ്ക് യു മാം. മാഡം ഹലോ മാം, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. മാം, ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു മിസ്സേ. താങ്ക് യു സോ അത് മച്ച്. ഓക്കെ മാം, എനിക്കൊരു 3 കാര്യം ചോദിക്കാനുള്ളത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അതായത് അതർ ദാൻ കൺസർവേഷൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂ, ഈ സ്റ്റഡിയുടെ പർപ്പസ് ശരിക്കും നമുക്ക് എന്താന്ന് പറയാം? അതുപോലെ തന്നെ അലാമിംഗ് കോൾസ് ആൻഡ് മെയ്റ്റിംഗ് കോൾസിനെ നമുക്ക് സയന്റിഫിക്കലി എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ആൻഡ് ഓൾസോ അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ഈ ബിഹേവിയർ സ്റ്റഡീസ് നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു 3 കാര്യമാണുള്ളത്. ഓക്കെ, വെരി നൈസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാവേ. നമുക്ക് പ്ലേ ബാക്ക് സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇവരെ തന്നെ കേൾപ്പിച്ചാൽ ദേ വിൽ റെസ്പോണ്ട്. ദർ ആർ സോ മെനി സ്റ്റഡീസ് വിച്ച് ഹാവ് ഷോൺ ദിസ്. അതിനെ നമ്മൾ പ്ലേ ബാക്ക് സ്റ്റഡീസ് അല്ലെങ്കിൽ പ്ലേ ബാക്ക് എക്സ്പെരിമെന്റ്സ് എന്ന് പറയും. ഈ പ്ലേ ബാക്ക് എക്സ്പെരിമെന്റ്സ് നമുക്ക് നാച്ചുറൽ സെറ്റപ്പിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ ഇവരെ റെയർ ചെയ്തിട്ട് നമ്മൾ ഈ കോൾ കേൾപ്പിക്കും. അപ്പൊ അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത് ഈ പ്ലേ ബാക്ക് എക്സ്പെരിമെന്റ്സ് വഴിയാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ തൊടിയിലൊക്കെ സിക്കാഡയിൽ നിന്ന് വിളിക്കുമ്പോഴേ ജസ്റ്റ് ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെസ്പോണ്ട്. അതെന്താണെന്നറിയാമോ? ഈ മെയിൽസ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫീമെയിൽസിന്റെ റെസ്പോൺസ് ഇസ് എ വിങ് ഫ്ലിക്ക് മൂവ്മെന്റ്. ഈ ഫ്ലിക്ക് ചെയ്തിട്ടാണ് ഫീമെയിൽസ് അവര് ഇൻട്രസ്റ്റഡ് ആണെന്ന് മെയിൽസിനോട് പറയുന്ന ഒരു സ്ട്രാറ്റജി ക്ലാപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ അവര് വിചാരിക്കും
ഫീമെയിൽസ് ആണ് ഈ റെസ്പോണ്ട് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും. സോ ഇതിന്റെയൊക്കെ അർത്ഥം ദേ റെസ്പോണ്ട് ടു ദ സൗണ്ട്സ് പ്ലേ ബാക്സ്. ഈ സൗണ്ട് തന്നെ അവരെ കേൾപ്പിച്ചാൽ ദേ റെസ്പോണ്ട്. പിന്നെ അതുപോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു റീജിയനിൽ ഞാൻ ഈ സൗണ്ട് കൊണ്ട് കേൾപ്പിച്ചു, ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ, പക്ഷെ എനിക്ക് അറിയാമായിരുന്നു അവിടെ സിക്കാഡ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ സൗണ്ട് പ്ലേ ചെയ്തപ്പോൾ അവര് എന്റെ കൂടെ സിൻക്രണസ് ആയിട്ട് പിന്നെ കോൾ ചെയ്യാൻ തുടങ്ങി. ഈ സൗണ്ട് ഞാൻ കേൾപ്പിച്ച സൗണ്ടിനോട് സിൻക്രണി കാണിച്ചു. ഇനി എന്താണ് കൺസർവേഷണൽ ആസ്പെക്ട് അല്ലാത്ത സ്റ്റഡീസ്? നമ്മള് ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഏതൊക്കെ സ്പീഷീസ് ആണെന്നുള്ളത് പോലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല, ടാക്സോണമി പോലും ഇല്ല. സോ വി ഹാവ് ടു സ്റ്റഡി മോർ. നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. ബിഹേവിയറൽ ആസ്പെക്ടിൽ ദർ ഇസ് നോ സ്റ്റഡീസ് ദാറ്റ് ഇസ് ബീങ് ഡൺ. ബിഹേവിയർ ഒരുപാട് കുറേ റിസർച്ച് ഗ്യാപ്സ് ഉണ്ട് നമുക്ക്. ഈ ആദ്യം ഇതിനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ബിഹേവിയറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രം ദ സ്റ്റഡീസ് ദാറ്റ് ഇസ് ഓൾറെഡി ബീങ് ഡൺ ഔട്ട്സൈഡ് ഇന്ത്യ, ദേ ആർ ആക്ടിങ് എസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. നല്ലൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ചില സിക്കാഡേഴ്സ്. ഇനി അത് മാത്രമല്ല, അവര് എക്കോസിസ്റ്റം റീസൈക്ലിംഗ്, സോയിലിന്റെ ഒക്കെ ക്വാളിറ്റിയെ മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ചില സ്പീഷീസിന്. പിന്നെ ദർ ആർ സോ മെനി ഫാക്ടേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കൺസർവേഷൻ അല്ലാത്ത തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ ഇത് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഏതൊക്കെയാണ് ഇപ്പൊ സ്പീഷീസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സ്റ്റഡീസ് ഹാസ് ടു ബി ഡൺ. ഇനി ഫ്യൂച്ചറിൽ ഈ സ്റ്റഡീസ് വരണം. അപ്പോ ഇഷ്ടമുള്ള ആൾക്കാർ ഇതിനെ കൂടുതൽ പഠിച്ചിട്ട് ഉള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തോ? ഓക്കെ മാം, മറ്റേതും കൂടെ പറയണമായിരുന്നു. അതായത് ഈ അലാർം കോളും മെയ്റ്റിംഗ് കോളും തമ്മിൽ അതെങ്ങനെയാണ് അലാം കോളും വ്യത്യസ്തമായിട്ട് മെയ്റ്റിംഗ് കോളും ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം കേൾക്കുമ്പോൾ എല്ലാം സിമിലർ ആയിട്ടായിരുന്നു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഈ സിക്കാഡാസിന്റെ കേസിൽ മെയ്റ്റിംഗ് കോൾസും അല്ലാത്ത വെറുതെ കോമ്പറ്റീഷൻ കോൾസ് ഉണ്ട്. മെയില് തമ്മിലെ ഒരു ഡൊമിനൻസ് കാണിക്കാനായിട്ടുള്ള കോറസിന്റെ ഇടയിൽ ചില കോൾസ് പ്രൊമിനന്റ് ആയിട്ട് കേൾക്കും. സോ ദർ വിൽ ബി സം കോമ്പറ്റീഷൻ കോൾസ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ സമയത്ത് കേൾക്കുന്നത് മെയ്റ്റിംഗ് കോൾസ് ആയിരിക്കും. സോ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ്. ഈ ഓരോ സ്പീഷീസിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡിൽ ഇറങ്ങുക, സൗണ്ട് ശ്രദ്ധിക്കുക, ഒബ്സർവേഷൻസ് നടത്തുക. മീറ്റിംഗ് കോൾസ് ഒരു പെർട്ടിക്കുലർ കോൾ ആയിരിക്കും, അതിന് ഡിഫറൻസ് ഉണ്ട്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം അറിയില്ല. അല്ലാതെ നമുക്ക് ആ രണ്ട് കോള് കിട്ടിക്കഴിഞ്ഞാൽ യൂസിങ് ദ സോഫ്റ്റ്വെയർസ് ഇറ്റ് ഈസ് ഈസി കേട്ടോ. നമുക്ക് ഈ റെക്കോർഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ഈ സോഫ്റ്റ്വെയർസിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ മീറ്റിംഗ് കോളിന് ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ വാല്യൂ ഉണ്ടാവും. ദിസ് അലാം കോൾസ് വിൽ ബി ഹാവിംഗ് എ ഡിഫറെന്റ് വാല്യൂ. ഇറ്റ് ഇസ് വെരി ഈസി ടു ഐഡന്റിഫൈ. അല്ലാതെ ഞാൻ ഫീൽഡിൽ പോയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നമ്മൾ പോയിട്ട് തന്നെ സൗണ്ട് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ Ma'am, Ah. What's the average lifespan of a no സിക്കാഡാസ് ആണോ? yeah, സിക്കാഡാസ് ആണോ? ഓക്കെ. 2 to 3 വീക്സ് ആണ് യൂഷ്വലി. 2-3 ആഴ്ചയെ ജീവിക്കുള്ളൂ. പക്ഷെ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കൊല്ലം എടുക്കും. അപ്പൊ ആ ബാക്കി ഞാൻ ഒരു ലൈഫ് സൈക്കിൾ കാണിച്ചു തന്നില്ലായിരുന്നോ? ആ ലൈഫ് സൈക്കിളിൽ ബാക്കി 2 to 3 വീക്സ് മാത്രമേ അഡൾട്ട് ലൈവായിട്ട് ഇരിക്കുള്ളൂ. ആ ബാക്കിയുള്ള സമയം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടാവും. അതാണ് അവരെ ആനുവൽ സിക്കാഡാസ് എന്ന് പറയാൻ കാരണം. വർഷത്തിൽ ഒരിക്കൽ എമർജ് ചെയ്യും. 1 year പീരീഡ് എടുക്കും അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ആൻഡ് 2 to 3 വീക്സിലാണ് നമ്മൾക്ക് ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് പറഞ്ഞ ഒച്ചയില്ല. എനിക്കിഷ്ടാട്ടോ സൗണ്ട്. സോ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സൗണ്ട് കേൾപ്പിക്കുന്ന 2 to 3 വീക്സ് മാത്രമേ ഉള്ളൂ. ഒരു അഡൾട്ടിന് അത്രയും നാളെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ മാം, thank you, ma'am. ഓക്കെ. മാം, അതുപോലെ തന്നെ മാം, അതായത് ഈ 13 കൊല്ലത്തെ ആ ഒരു സൈക്കിൾ പറഞ്ഞില്ലേ, അത് ശരിക്കും എന്താ വെച്ചാൽ നമുക്ക് ഈ എന്താണ് ഈ പ്രെഡേറ്റർ സാറ്റിയേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും അങ്ങനത്തെ മെക്കാനിസം ഉള്ളത്. യെസ് പ്രിഡേറ്റർ സാഷിയേഷൻ കൊണ്ടുവരാനാ. സാഷിയേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു മിനിറ്റ് ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. പ്രിഡേറ്റർ സാഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പീരിയോഡിക്കൽ സിക്കാഡാസ് ലാർജ് നമ്പറിൽ എമർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബുഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? കുറേ ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കുറേ എന്തൊക്കെയോ കഴിക്കണം എന്ന് വിചാരിച്ചായിരിക്കും ചെല്ലുക. പക്ഷെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. അതാണ് ഈ പ്രിഡേറ്റർ സാഷിയേഷൻ. എന്താണെന്നറിയോ, ഈ സിക്കാഡസ് ഇങ്ങനെ ഒരുപാട് നമ്പറിൽ എമർജ് ചെയ്യുമ്പോൾ പ്രിഡേറ്ററിനെ കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ മടുക്കും. അപ്പം കുറച്ച് സ്പീഷീസ് സാക്രിഫൈസ്ഡ് ആയി പോയാലും ബാക്കിയുള്ളവരെല്ലാവരും സർവൈവ് ചെയ്തു. അതാണ് പ്രിഡേറ്റർ സാഷിയേഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, എന്തായിരുന്നു? മാം, അതായത് അപ്പം എന്താണ് അവരങ്ങനെ ഒരു 13 കൊല്ലത്തെ സൈക്കിളാണ് അവര് റൺ ചെയ്തിട്ടുണ്ടെങ്കിലും മാം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു 4 കൊല്ലത്തിന്റെ ഒരു കേസ് പറഞ്ഞേ. അപ്പൊ അത് അങ്ങനെ പോസിബിൾ ആവില്ലല്ലോ. കാര്യം
ആ ഒരു ഇന്റർവെല്ലിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് പ്രെഡേറ്റേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലല്ലേ? അല്ലെങ്കിൽ തന്നെ അവർക്ക് അത്രയും മിമിക് ചെയ്യാനുള്ള അങ്ങനത്തെ വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ബിഹേവിയർ സംഭവം ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. പോസിബിൾ ആവില്ല, പക്ഷെ ആണ് എന്നുള്ളതാണല്ലോ ഇപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദർ ഹാസ് ടു ബി സം മെക്കാനിസം. ദ റിസർച്ച് ആർ സ്റ്റിൽ ഗോയിങ് ഓൺ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ ഈ 13 ഇയർ 17 ഇയർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ അവർക്ക് 13-17 കൊല്ലത്തിൽ ഒരിക്കൽ അവർ എമർജ് ചെയ്യുന്നത്? എന്തുകൊണ്ട് അവര് 12 അല്ലെങ്കിൽ 14 കൊല്ലത്തിനിടയ്ക്ക് എമർജ് ചെയ്യുന്നില്ല എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ ഈ പ്രിഡേറ്റർ പ്രേ സൈക്കിൾസ് ഉണ്ട് അല്ലെ? ഈ പ്രിഡേറ്റർ പ്രേ സൈക്കിൾസ് ഒരിക്കലും കോയിൻസൈഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി ഡിഫറെന്റ്. അതിന് വേണ്ടിയിട്ട് ഈ പ്രൈം നമ്പേഴ്സിൽ എമർജ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇൻ ദിസ് പെർട്ടിക്കുലർ സിനറിയോ 4 ഇയേഴ്സിൽ ഒരിക്കലാണ് അത് എമർജ് ചെയ്യുന്നുള്ളത്. ക്രെമസ്റ്റിക്ക റിബ്നോയി താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. ക്രെമസ്റ്റിക്ക റിബ്നോയി ഇസ് ദ പീരിയോഡിക്കൽ സിക്കാഡ. സോ അവർ എന്തുകൊണ്ടാണെന്നുള്ളത് ദ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. ദർ ഹാസ് ടു ബി സം വാലിഡ് റീസൺ. എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ഉണ്ടായിരിക്കും. ദ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. Ma'am, am I audible? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? Ma'am, എന്നെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. Ma'am, I have a few questions to ask you. Okay. Ma'am, if we do selection felling on an area, can the species which lived on the trees which were cut, can they go to another tree of the same species and live? Okay. That question, the answer is രണ്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ഉണ്ട് അല്ലെ? ചില ആൾക്കാർ ജനറലിസ്റ്റുകളാണ്, ചില ആൾക്കാർ സ്പെഷ്യലിസ്റ്റുകളാണ്. ജനറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ത്രൈവ് എവരിവെയർ. അവരെല്ലാരോടും കോമ്പാറ്റബിൾ ആയിരിക്കും, അഡാപ്റ്റബിൾ ആയിരിക്കും, എല്ലാ ട്രീസിലും അല്ലെങ്കിൽ എല്ലാ ഹാബിറ്റാറ്റിലും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാന്ന് വിചാരിച്ചു. ജനറലിസ്റ്റുകളാണ് അവർ. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അവർ പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ മാത്രമേ കാണുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ ട്രീയിൽ മാത്രമേ അവർ ഇരിക്കുള്ളൂ, അവർ ഒരു പെർട്ടിക്കുലർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പൊ ഈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോ അവിടുന്ന് ഹാബിറ്റാറ്റ് ലോസ് ആയി പോയത് ഒരു ജനറലിസ്റ്റ് സ്പീഷീസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ത്രൈവ്, കുഴപ്പമില്ല, അടുത്ത മരത്തിലോട്ട് പോയിരുന്നോളും. പക്ഷെ സ്പെഷ്യലിസ്റ്റ് സ്പീഷീസ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ മാത്രം കാണുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിപ്ലീറ്റ്. അപ്പൊ തന്നെ അവർക്ക് ഡീഗ്രഡേഷൻ സംഭവിക്കും. അപ്പോൾ ഈ നമ്മുടെ ബെർണി ക്രോസിന്റെ സ്റ്റഡിയിൽ കണ്ടത് സ്പെഷ്യലിസ്റ്റുകളാണ് യൂഷ്വലി ആ സ്റ്റഡീസിൽ ഡിപ്ലീറ്റഡ് ആയിട്ട് നമ്പറിൽ പോയത്. Okay, ക്ലിയർ? ma'am. Okay. Yes, ma'am, you're clear. Okay. And also, do each individual cicada have a different type of syllable? Yes. That is the thing. Syllable, not only syllable, but ഞാൻ ഒരുപാട് അതിന്റെ ടെക്നിക്കൽ ഇതിലേക്ക് പോയില്ല. ദർ ഇസ് സിലബിൾ ഡ്യൂറേഷൻ. ആ സിലബിള് എത്ര നേരം കേൾക്കുന്നു, സിലബിൾ ഡ്യൂറേഷൻ. ഒരു സിലബിളും അടുത്ത സിലബിളും തമ്മിലുള്ള സിലബിൾ പീരീഡ്സ് ആർ ദെയർ, സിലബിൾ ഡ്യൂറേഷൻ ഇസ് ദെയർ. ഇനി ഗ്രൂപ്പ് ഓഫ് സിലബിൾസ് ഒന്നിച്ച് ചെറുപ്പ് എന്ന് പറയും. ആ ചെറുപ്പിന് ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. അടുത്ത ചെറുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ്, ഇതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ആൻഡ് all this differs. അതാണ് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്. all this parameters differ each species. Yes, ma'am. Ma'am, and also if a group of insects are doing a competitive call, so will they accidentally attract another species? Sorry, your question is not clear for me. Once more. Ma'am, if a cicada does a mating call and Okay. it interferes with another male cicada's mating call, would they accidentally attract another species? No, ഒരേ സ്പീഷീസ് ആണ് ഇപ്പൊ കോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇഫ് ദ സെയിം സിക്കാഡ സ്പീഷീസ് ആർ കോളിംഗ്, ഒരേ സ്പീഷീസ് തന്നെയാണ് കോൾ ചെയ്യുന്നെങ്കിൽ ദർ ഹാപ്പൻസ് കോമ്പറ്റീഷൻ നടക്കും. അതായത് ഈ മെയിൽ 1 and male 2 ഓഫ് ദ സെയിം സ്പീഷീസ് ഇസ് മേക്കിംഗ് ദ കോൾ. അപ്പം ഫീമെയിൽസ് ആണ് അവിടെ ചൂസി സെക്സ്, ഫീമെയിൽസ് ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫീമെയിൽസ് നോക്കും, ദിസ് സൗണ്ട് ഇസ് ഗുഡ്. കുറെ സ്റ്റഡീസ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് സ്റ്റഡീസ് ഉണ്ട്. എന്താണെന്നറിയോ, ക്രിക്കറ്റ്സിന് ഈ കോളിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ കോളിനെ അനലൈസ് ചെയ്തിട്ട് ഈവൻ ദ സൈസ് ഓഫ് ദ മെയിൽസിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ കോള് കേട്ടിട്ടേ ഈ മെയിലിന് ഇത്രയും സൈസ് ഉണ്ട്, അവരുടെ ഇത്രയും ഗുഡ് ജീൻസ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഫീമെയിൽസ് എന്താ വിചാരിക്കുക, ഏറ്റവും നല്ല മെയിൽസുമായിട്ട് മേറ്റ് ചെയ്യാനല്ലേ നോക്കുക. അപ്പൊ ഈ സൗണ്ടിനെ ഫീമെയിൽസിനെ അനലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെയിലിനെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുക, എന്നിട്ട് മേറ്റ് ചെയ്യുക. സോ ദർ ഇസ് എ കോമ്പറ്റീഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ, ഈവൻ ദോ ദർ ഇസ്
calling of so many males, females ചൂസ് ചെയ്തോളൂ. അപ്പൊ പെർട്ടിക്കുലർ മെയിൽസ് വിൽ ബി സെലക്ടഡ്. ഇനിയിപ്പോ ഡിഫറെന്റ് സ്പീഷീസ് ആണെന്നിരിക്കട്ടെ, അത് യൂഷ്വലി പാർട്ടീഷൻ ചെയ്യാൻ നോക്കും, ഒരേ സമയത്ത് കോൾ ചെയ്യാൻ നോക്കില്ല. കാരണം കൺഫ്യൂഷൻ ഒഴിവാക്കാനും അവരുടെ മീറ്റിങ്ങിനുള്ള ചാൻസ് കൂട്ടാനും അവരെന്ത് ചെയ്യും, പല പല സമയത്ത് കോൾ ചെയ്യാൻ നോക്കും. അല്ലെ പല ഞാൻ പറഞ്ഞ 4 സ്ട്രാറ്റജീസ് ഇല്ലേ, അതിലേതെങ്കിലും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. മനസ്സിലായോ? Okay, ma'am. Ma'am, last question. When you answered, you told that they would only emerge during prime numbers, right? സോറി, ദാറ്റ് ഇസ് നോട്ട് ദ തിങ്. ഇവിടെ കാണുന്ന യൂഷ്വലി ആനുവൽ സിക്കാഡാസ് ആണ്. നമ്മുടെ ഇന്ത്യ റീജിയൻ അല്ലെങ്കിൽ കേരള റീജിയനിൽ ആനുവൽ സിക്കാഡാസ് മീൻസ് ദേ എമേർജ് വൺസ് ഇൻ എവറി ഇയർ. ഇയർലി ഒരു പ്രാവശ്യം എമർജ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ യൂഷ്വലി കാണുന്ന ആൾക്കാർ. ദർ ഇസ് വൺ എക്സെപ്ഷൻ, ദാറ്റ് ഇസ് that. In periodical cicadas are the ones that emerge once in every 13 or 17 years. That is mostly seen in North America regions. Okay. Ma'am, so how do they actually know the exact time to emerge? How do they keep the time? Yeah, that is interesting. That is interesting. The studies are going on. നമ്മുടെ കേസ് ആനുവൽ സിക്കാഡാസിൽ there are no studies, but in the case of periodical cicadas, നമുക്ക് ഒരു സിർക്കേഡിയൻ റിതം ഇല്ലേ, നമ്മുടെ there is a pineal gland അല്ലെ, മെലാറ്റോണിൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ രാവിലെ എണീക്കണമെന്ന്. സോ സിമിലർലി there is a circadian rhythm or a circadian clock that is there in the cicadas. Also they can sense the temperature. സോയിലിന്റെ ഉള്ളിലാണെങ്കിൽ പോലും അവർക്ക് ടെമ്പറേച്ചറും ബാക്കിയുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓൾസോ അങ്ങനെ ഈ കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആകുമ്പോൾ they can emerge. It is mainly by the circadian rhythms. Ma'am, so are their brains as complex as ours? That is another level of studies. അവിടെ നമ്മൾ റിസീവർ പാർട്ടീഷനിങ് പറഞ്ഞില്ലേ, റിസീവർ പാർട്ടീഷനിങ് സമയത്ത് കുറെ സ്റ്റഡീസ് അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ ഫീമെയിൽസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഈ മെയിൽസിന്റെ സൗണ്ട്. സോ their brain is not complex, but it is evolved in a fantastic way. It can analyze the sound of the males. മെയിൽസിന്റെ സൗണ്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവോൾവ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് കോംപ്ലെക്സ് ആസ് ആസ്, ബട്ട് ഇറ്റ് ഇസ് എഫിഷ്യന്റ് ഫോർ ദെയർ ഓൺ മെക്കാനിസം. അവരുടെ മെക്കാനിസത്തിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. Okay, ma'am. Thank you. ഓക്കെ മാം, നമസ്കാരം. എൻ്റെ പേര് അജേഷ് എന്നാണ്. മാഡം, എനിക്ക് ഈ കുഞ്ഞ ജീവിയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ഒരു മാഡം ഒരുപാട് പറഞ്ഞു തന്നു മാഡം. സിക്കാഡ എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവി മാത്രമല്ല, അതൊരു പുലിയാണ് ശരിക്കും. നമ്മള് ആ ജീവികളുടെ വലിപ്പത്തിലല്ല കാര്യമുള്ളത്, ആ സൗണ്ട്. എത്രയോ വലിയ ജീവി ഉണ്ടാക്കുന്ന സൗണ്ടാണ് ആ ചെറിയ സിക്കാഡ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലരും പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സിക്കാഡയെ കണ്ടുപിടിക്കാൻ വേണ്ടി മാഡം പറഞ്ഞ പോലെ ചിലപ്പോൾ നോക്കിയിട്ട് കാണാതെ പിന്നെ വിട്ടുപോയിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിരിക്കുന്ന ടേബിളിന്റെ താഴത്തു നിന്നായിരുന്നു സിക്കാഡ കത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ റൂം മൊത്തം തെരഞ്ഞു, എനിക്ക് കണ്ടു കിട്ടിയില്ല. ഓക്കെ മാഡം, തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും മാഡം. എന്റെ ഒരു സംശയം എന്തായിരുന്നു മാഡം, ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, ആ സൈലന്റ് വാലി നാഷണൽ പാർക്കില് സിക്കാഡ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ മാഡം ഈ പേര് വന്നിരിക്കുന്നത് മാഡം? ഓക്കെ. ഞാന് പേഴ്സണലി ഞാൻ അവിടെ സൈലന്റ് വാലിയിലെ എന്റെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് ഒരു ശ്രദ്ധിച്ചൊരു കാര്യം, സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ആ ഒരു ആർച്ച് വെച്ചിട്ടില്ലേ, സൈലന്റ് വാലി എന്ന് വെച്ചിട്ടില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് സിക്കാഡ കോളിന്ന് കിട്ടും. അതിന്റെ മുന്നിൽ കൂടെ പോയപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് സൗണ്ട് സിക്കാഡ കോളിന്ന് കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, സൈലന്റ് ആണെന്ന് പറയാൻ കാരണം നോർമലി ഒരു ലേമാൻ ശ്രദ്ധിക്കാത്ത സൗണ്ടാണ്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഒക്കെ ആവുമ്പോഴേ ചിലപ്പം ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാനിപ്പോ ഇതിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഓൾവേസ് ലിസൺ, ഞാൻ എപ്പോഴും ലിസൺ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ അതിനെ കേട്ടത്. ഒരു എല്ലാരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമിനന്റ് സൗണ്ട് ഉള്ള ആൾക്കാരല്ല അവിടെ കാണുന്നത് സൈലന്റ് വാലിയിൽ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് സൈലന്റ് എന്ന് പറയുന്നത്. ബട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇസ് there are cicadas in Silent Valley. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ. മാം ഒരു 2-3 ക്വസ്റ്റ്യൻസ് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലേ, ഇൻ റിപ്ലൈ ഇമെയിൽ കോൾ ചെയ്യുമ്പോ ഇൻ റിപ്ലൈ ആയിട്ട് ഫീമെയിൽസ് ചിറകടിക്കുന്നു. വിങ് ഫ്ലിക്ക് എന്ന് പറയുന്നത്. വിങ് ഫ്ലിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സ്പീഷീസിന്റെ ഓർമ്മയില്ല, പക്ഷെ പ്രസന്റേഷനിൽ എവിടെയോ പറഞ്ഞു ഏതോ ഒരു ഫീമെയിൽ സ്പീഷീസ് വാസ് കംപ്ലീറ്റ്ലി മ്യൂട്ട്. സോ ഹൗ ഡു ദേ
reply to this request? കംപ്ലീറ്റ്ലി മ്യൂട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് ഈ ടിമ്പൽ അപ്പാരറ്റസ് ഞാനൊരു മെക്കാനിസം കാണിച്ചു തന്നില്ലേ? ആ മെക്കാനിസം ഫീമെയിൽസിൽ ഇല്ല. പക്ഷെ അവർക്ക് വിങ്സ് ഉണ്ടല്ലോ. ആ വിങ്സ് വെച്ച് അവർ ഫ്ലിക്ക് ചെയ്യും, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. പറ്റും അവർക്ക്, അതുണ്ട് അവർക്ക്. അപ്പൊ അതാണ് അവരുടെ റെസ്പോൺസ് മെക്കാനിസം ആയിട്ട്. അവർ കംപ്ലീറ്റ്ലി സൈലന്റ് തന്നെയാണ്. അവർക്ക് ടിമ്പൽ അപ്പാരറ്റസ് ഒന്നുമില്ല. മെയിൽസിനുള്ള പോലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഈ കോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ദേ ഹാവ് വിങ്സ്. വിങ്സ് വെച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. മെയിൽസിന്റെ സൗണ്ടിനോട് അവർ ഈ വിങ് ഫ്ലിക്ക് റെസ്പോൺസ് കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. Okay, ma'am. മ്യൂട്ട്. മാം യെസ്. മാം, അതായത് ഇപ്പം അതായത് രണ്ട് സിക്കാർഡ്സ് തമ്മിൽ എന്താണ് അത്യാവശ്യം ഇനിയിപ്പം കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് ശരിക്കും എന്താണ് ഈ അക്കോസ്റ്റിക്കിന്റെ ഒരു ആവശ്യകത വരുന്നത്. അതല്ലെങ്കിൽ ഇപ്പം ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് ഈ സൗണ്ടിന്റെ ഒന്നും ഒരു ബാധകം അല്ലാതെ ഇവർ ഒരു ഒരു അടുത്തുള്ള ഒരു ഏരിയയിലാണെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിസം, അതായത് ഈ സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ബിഹേവിയർ സ്റ്റഡി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടാവുമോ? ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സിക്കാഡസ് ഒറ്റയ്ക്ക് ഇരുന്ന് കോൾ ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. ഒരു സോഷ്യൽ ആൾക്കാരാണ്. എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും കോൾ ചെയ്യുക. കോറസ് എന്ന് പറയും നമ്മൾ, ഗ്രൂപ്പ് കോറസ്. നമ്മൾ പാട്ടിലും പറയില്ലേ കോറസ്. അങ്ങനെ കോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് ഈ സെപ്പറേഷൻ വരുന്നത് ഡിഫറെന്റ് സ്പീഷീസിന്റെ കേസിലാണ്. ഒരു സിക്കാഡ സ്പീഷീസ് 1 ആൻഡ് ദർ ഇസ് സിക്കാഡ സ്പീഷീസ് 2. ഈ സിക്കാഡ സ്പീഷീസ് 1 തന്നെ കുറെ സ്പീഷീസ് അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ടാവും. അവര് കോറസിലാണ് കോൾ ചെയ്യുന്നത്. ഈ കോറസിൽ കോൾ ചെയ്യുന്നത് എന്തിനാ? അപ്പൊ നമ്മൾ ഒരു സിഗ്നിഫിക്കന്റ് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇവർ എന്തിനാ എല്ലാവരും കൂടെ കോൾ ചെയ്യുന്നത്? ഓരോരുത്തർ കോൾ ചെയ്താൽ പോരെ. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുമിച്ച് കോൾ ചെയ്യുമ്പോഴാണ് ഫീമെയിൽസിന് കേൾക്കാൻ എളുപ്പം. അവർ കൂടുതൽ കേൾക്കുക, അവരെല്ലാരും കൂടെ കോൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ അവരുടെ അട്രാക്ഷൻ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇവർ കോറസിൽ കോൾ ചെയ്യുക. കോറസിൽ കോൾ ചെയ്ത് ഫീമെയിൽസ് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ ദർ വിൽ ബി സം ഡോമിനൻസ്. ഒരു സ്പീഷീസിനെ സെലക്ട് ചെയ്യുന്ന രീതിയിൽ ആ കോളിനെ അവർ മോഡുലേറ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് ഫീമെയിൽസ് വന്നിട്ട് അവര് മേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദ മെയിൻ സ്ട്രാറ്റജി. ഫീമെയിൽസ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇതാണ്. ഇപ്പൊ ഒരു സ്പീഷീസ് ഇരുന്ന് കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ഇരുന്ന് കോൾ ചെയ്യുന്നു ഫീമെയിൽസിന്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. ഫീമെയിൽസ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് their സൗണ്ട് വിൽ ബി മോഡുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫീമെയിൽസ് ക്യാൻ ചൂസ് എ പെർട്ടിക്കുലർ മേറ്റ്. ഇതാണ് യൂഷ്വലി നടക്കുന്ന മെക്കാനിസം. വേറെ മെക്കാനിസംസ് നടക്കുന്നതായിട്ട് അറിയില്ല. ഓക്കെ മാം. Ma'am, യെസ്. ma'am, between the day and the night, would both crickets and cicadas call together? ക്രിക്കറ്റ്സ് ആൻഡ് സിക്കാഡാസ് ഒരിക്കലും ഒരുമിച്ച് കോൾ ചെയ്യില്ല. കാരണം ഒരു ആൾക്കാര് ഡേയിൽ മാത്രം കോൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരാൾക്കാര് നൈറ്റിൽ മാത്രം കോൾ ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് കോൾ ചെയ്തായിട്ട് അറിയില്ല. പക്ഷെ സം എക്സെപ്ഷൻസ് ആർ ദെയർ. ചില നൈറ്റ് കോളേഴ്സ് സിക്കാഡാസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ദർ ആർ സം എക്സെപ്ഷൻസ് ഇൻ ദ കേസ് ഓഫ് സിക്കാഡാസ്. ചില നൈറ്റ് കോളേഴ്സ് ഉണ്ട്, പക്ഷെ യൂഷ്വലി അവർ ഒന്നിച്ച് കോൾ ചെയ്യില്ല. അങ്ങനെയാണല്ലോ, അക്കൂസ്റ്റിക്കലി Okay. പാർട്ടീഷൻ ചെയ്യാനല്ലേ നോക്കുക. Ma'am, what about like 6 o'clock, 6:30 that time? 6:30 ടൈമിൽ രണ്ടും കൂടെ ദാറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പീരീഡ് കേട്ടോ. ഈ ഡസ്ക് ഡോൺ പീരീഡ്. ഞാൻ പറയാത്തൊരു കാര്യം, നമ്മൾ ടെമ്പറൽ പാർട്ടീഷനിങ്ങിൽ പറഞ്ഞില്ലേ, ഡേ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, നൈറ്റ് ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദർ ആർ ക്രെപ്പസ്ക്യുലാർ കോളേഴ്സ് എന്ന് പറയും കേട്ടോ. സന്ധ്യ സമയത്ത് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ദർ ആർ കോളേഴ്സ് ദാറ്റ് കോൾ ഡ്യൂറിങ് ദിസ് ഡസ്ക് ഡോൺ പീരീഡ്. ഏറ്റവും വെളുപ്പിന് അല്ലെങ്കിൽ ഒരു സന്ധ്യ എന്ന രാത്രി അങ്ങനത്തെ സമയത്ത് കോൾ ചെയ്യുന്നവരുണ്ട്. സോ ദർ ആർ സ്പെസിഫിക് കോളേഴ്സ്. അപ്പൊ ഈ ഒരു ഇന്റർമിംഗ്ലിംഗ് ടൈമിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു കാട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഈ 6:30, 6:45 വരെ ഈ സിക്കാഡ് ഇങ്ങനെ വിളിച്ച് അവർ കംപ്ലീറ്റ്ലി സൈലന്റ് ആവും ഒരു പെർട്ടിക്കുലർ പീരീഡിൽ. അപ്പം മറ്റേ ക്രിക്കറ്റ്സ് തുടങ്ങും. 7 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്രിക്കറ്റ്സ് തുടങ്ങും. ദാറ്റ് ട്രാൻസിഷൻ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല രസമാണ്. ദാറ്റ് ഹാപ്പൻസ്, ദാറ്റ് ട്രാൻസിഷൻ ഇസ് ഹാപ്പനിങ്. Okay, ma'am. Thank you. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കാണ് കേട്ടോ. മാം, ആ പേപ്പേഴ്സിന്റെ ഇത് സെൻഡ് ചെയ്യാൻ പറ്റുമോ? സ്റ്റഡീസിന്റെ കാര്യം പറഞ്ഞ ബയോകോസ്റ്റിക്സിന്റെ. എനിക്ക് കിട്ടിയില്ല, ഒന്നുകൂടെ പറയാമോ? മാം, ബയോകോസ്റ്റിക്സിന്റെ മാം പറഞ്ഞ പേപ്പേഴ്സ് ഇല്ലേ, ആ. അത് കേട്ടില്ല, പറഞ്ഞോളൂ. അല്ല മാം,
ആ പേപ്പേഴ്സ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഈ മെയിൽ ഐ ഡിയിലെ എനിക്കൊരു മെയിൽ അയച്ചാൽ ഞാൻ അയച്ചുതരാം. ഓക്കെ മാം, ഓക്കെ മാം. ഓക്കെ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. യെസ്. ഹായ് അഞ്ജന. ഹായ്. ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സിക്കാഡസ് എമർജ് ചെയ്യുന്നത് 13 ഇയേഴ്സ്, ചില ഏരിയയിൽ 13 ഇയേഴ്സ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ 4 ഇയേഴ്സ് അല്ലെങ്കിൽ ഇയർലി വൺസ് ആണെന്ന് പറഞ്ഞല്ലോ. യെസ്. അപ്പൊ ഇവര് കഴിക്കുന്നത് പ്ലാൻ സാപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. യെസ്. ഇവര് എഗ് ലേ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കുമല്ലോ ഈ ട്രീസിൽ ഉണ്ടാവുക, പ്ലാൻ സാപ്പ് കഴിച്ചിട്ട്. അതിനുശേഷം ഇവര് സോയിലിലേക്ക് പോകും. ഈ അതെ, അതെ. സോയിലിലേക്ക് പോയതിനു ശേഷം ചില സിക്കാഡാസ് 1 ഇയർലി ആയിരിക്കും, ചിലത് 4 ഇയേഴ്സ് കഴിഞ്ഞ് 13 ഇയേഴ്സ് കഴിഞ്ഞ്. അതെ. അപ്പൊ ഈ സോയിലിൽ പോയതിന് ശേഷം ഇവരെന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക? സോയിലിൽ പോയത് എല്ലാ സ്റ്റേജസും ഫീഡിങ് അല്ല, ചില സ്റ്റേജസ് മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ. മോസ്റ്റ്ലി ലൈഫ് സൈക്കിൾ സ്റ്റഡീഡ് അല്ല. ഐ ബിലീവ് ഇൻസ്റ്റാർ സ്റ്റേജിൽ ഐ ഡോണ്ട് നോ ആക്ച്വലി, ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. എന്തെങ്കിലും ന്യൂട്രിയൻസ് ആയിരിക്കുമോ കഴിക്കുന്നത്? ആക്ച്വലി ലൈഫ് സൈക്കിൾ സ്റ്റഡീഡ് അല്ല, ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാവുന്നതാണ്. ദ ഡേറ്റ ഇസ് നോട്ട് ദെയർ ആൻഡ് ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ആൻഡ് എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഇനിയുണ്ടോ? ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്ന് തോന്നുന്നു. അത് അഞ്ജന പറയുന്ന പോലെ കൂടുതൽ സമയം, കാരണം ഇപ്പോ തന്നെ 8:30 നമ്മളൊരു 7 മണി തൊട്ട് 8:30 വരെ 1 മണിക്കൂർ എന്നുള്ളൊരു സമയത്തിലാണ്. പക്ഷെ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. അതൊന്ന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അതെ, ചോദിക്കാം. ആൻസർ ചെയ്യാൻ ഐ എം സോ ഹാപ്പി. There are questions we can ask. അല്ലെങ്കിൽ പേപ്പേഴ്സ് വേണ്ടവർ മെയിൽ ഐ ഡിയിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഐ ക്യാൻ സെൻഡ് യു ദ പേപ്പേഴ്സ്. കുറെ നല്ല രസമുള്ള പേപ്പേഴ്സ് ഉണ്ട്. ദ ഓതേഴ്സ് ആർ, ഇതിനകത്ത് ഒരുപാട് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. രോഹിണി ബാലകൃഷ്ണൻ, ദർ ഇസ് അനദർ പേഴ്സൺ ദാറ്റ് ഇസ് നോൺ ആസ് റീഡ് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ദെൻ ദർ ഇസ് റോമർ പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെയാണ് ഈ അക്കോസ്റ്റിക്സിന്റെ ഒരു, എസ്പെഷ്യലി ഇൻസെക്ട് അക്കോസ്റ്റിക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളവർ ഇവരാ. അവരുടെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു ലെവലിലാണ് അവരുടെ വർക്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ ഷെയർ ചെയ്ത് തരാം, എനിക്ക് മെയിൽ അയച്ചാൽ മതി. സാറേ, എന്നാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഹലോ മാം. അപ്പൊ ചോദിച്ചോളൂ. ചോദിക്കാനായിരുന്നില്ല. ഞാൻ ആക്ച്വലി, എന്റെ പേര് അന്നതാണ്. ഞാൻ ഈ ഫീൽഡിലുള്ള ആളെയല്ല, ഞാൻ സോഷ്യൽ വർക്കാണ് പഠിക്കുന്നത്. പക്ഷെ ഈ ഒരു ക്ലാസ്സിന്റെ ഇത് ഷെയർ ചെയ്തപ്പോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ക്ലാസ് സെഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പം ഇവിടെ ഒരു ലേമാൻ ആയിട്ടുള്ള എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു സെഷൻ ഫുള്ള്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. ടു യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. I'm so happy. ശിവാനി, താങ്ക്സ് പറയാമോ? ഞാനത് ഓപ്ഷൻ അൺമ്യൂട്ടിനുള്ള ഓപ്ഷൻ നോക്കുമായിരുന്നു.
ലൈക്ക് എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അഞ്ജന. ലൈക്ക് വളരെ നന്നായിട്ട് അഞ്ജന പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ പ്രസന്റേഷൻ ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ലൈക്ക് ഈവൻ ലൈക്ക് സിക്കാഡാസ് ലൈക്ക് ആ ഒരു ചെറിയ ഇൻസെക്റ്റിനെ കുറിച്ച് മീൻസ് എന്താ പറയാ, എല്ലാവർക്കും ഇപ്പം നേരത്തെ കുട്ടി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈവൻ ലൈക്ക് അബൌട്ട് ദ ലൈക്ക് ഈ പറഞ്ഞ പോലെ സൗണ്ട്സ്കേപ്പിങ്ങിന്റെ കാര്യമാണെങ്കിലും ഈവൻ ഈ സിക്കാഡാസ് പറഞ്ഞ ഇൻസെക്റ്റിന്റെ കാര്യമാണെങ്കിലും അത്രയും എന്താ പറയാ, ഈവൻ ഡീറ്റെയിൽഡ് ആണെങ്കിൽ പോലും ഭയങ്കര സിംപ്ലിഫൈ ആയിട്ട് അഞ്ജന അത് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ലൈക്ക് അത് ഞാൻ എല്ലാവരും ലൈക്ക് ഫ്രം എവ്രി വൺ ഞാൻ താങ്ക് യു പറയുകയാണ് അഞ്ജനയോട്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു. Okay, thank you so much for your kind words. Thank you. Okay. ടീച്ചറാണ് നമ്മളെ അഞ്ജനെ പരിചയപ്പെടുത്തിയത്. ടീച്ചറെ കൂട്ടിച്ചേർക്കുന്നുണ്ടോ? വളരെ സന്തോഷം സാറേ. യൂഷ്വലി നമ്മൾ കോളേജുകളിലൊക്കെ ഇപ്പൊ സെമിനാർ നടത്തുമ്പോൾ ആരും തന്നെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ മുതിരാറില്ല. പക്ഷെ അതിനെല്ലാം വിപരീതമായി നമ്മളുടെ ഈ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും കണ്ടു ഒത്തിരി പേര് ഡിസ്കഷന് മുതിരുന്നുണ്ട്. വളരെ സന്തോഷം. അഞ്ജനയുടെ വർക്കുകൾ ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇനിയും കുറച്ച് പേരും കൂടെ, ഇതിലിരിക്കുന്ന കുട്ടികളെല്ലാം ഈ ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് മനോജ് സാറിന് പ്രത്യേകമായ നന്ദി പറയുന്നു. താങ്ക് യു. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ടീച്ചർ, അഞ്ജന, എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് കഴിയുന്നത്ര കൺസർവേഷൻ റെസ്റ്റോറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹാബിറ്റാറ്റ് ലോസ്. അപ്പം ഇപ്പൊ അഞ്ജന പറഞ്ഞ പോലെ ഒരു മരം ഇല്ലാതാവുമ്പോൾ അത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഒരു പാർപ്പിടമാണ് ഇല്ലാതാവുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ നമ്മള് പറയാറുള്ള ഒരു കാര്യമാ, ഒരു മരം വെട്ടിയാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ 10 തൈ നടാവുന്നതാണ്. പക്ഷെ ഈ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഇല്ലാതായി പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ പൊതുവെ നമ്മൾ ഈ വലിയ ജീവജാലങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയാ. ഈ കുഞ്ഞു കുഞ്ഞു ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ അത്ര എനിക്ക് തോന്നുന്ന അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഇതുപോലെ ചീവീടുകള്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജീവജാലങ്ങളെ നമ്മൾ കാണുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കുറെ കൂടി ഇതുപോലെയുള്ള ജീവജാലങ്ങളെയൊക്കെ നമ്മൾ പരിഗണിക്കണം, കുട്ടികളാണെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഞ്ജനയ്ക്ക് തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നും. അഞ്ജന, അഞ്ജനയുടെ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് കേരളത്തിന് വെളിയിൽ പോയിട്ടുണ്ടോ? കേരളത്തിന് വെളിയിലുള്ള കാടുകളിൽ കയറിയിട്ടുണ്ടോ? കേരളത്തിൽ തന്നെ ഏതെല്ലാം കാടുകളിൽ അഞ്ജന പോയി റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? വർക്ക് ബേസിക്കലി സെൻട്രൽ കേരള ബേസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട്, ഇടുക്കി, തൃശ്ശൂർ ഒക്കെ ആണ്. പക്ഷെ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് സർവേസിൽ പോവാറുണ്ട്. അപ്പോൾ വേറെ കുറെ റീജിയൻസിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡിസ്ട്രിക്റ്റിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ റിസർവ്ഡ് ഫോറസ്റ്റിലും എനിക്ക് പെർമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫീൽഡ് വർക്ക് ഇസ് ഹാപ്പനിങ് സോ മെനി പ്ലേസസ്. ഇനി കുറെ റീജിയൻസ് പോകാനുണ്ട്. കുറെ നല്ല സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പെരിയാർ ടൈഗർ റിസർവിലെ ഒരു എടമംഗലാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ പോയതാണ്. ഏറ്റവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ്. അതാണ് എനിക്ക് മനസ്സിലേറ്റവും ഓർമ്മ വരുന്ന ഒരു കാര്യം ഇപ്പൊ ചോദിക്കുമ്പോ. കുറെ വേറെ റീജിയൻസിൽ പോയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീജിയൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഈ ടോക്ക് കേൾക്കാനുള്ള, ഈ ഒരു സൺഡേ ആണെങ്കിൽ പോലും ഇവിടെ വന്ന് ഈ ടോക്ക് കേൾക്കാനുള്ള മനസ്സ് കാണിച്ച എല്ലാവർക്കും എന്റെ താങ്ക് യു. അരമണിക്കൂറോളം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയൊരു ചേഞ്ച് പോലും ഐ എം സോ ഹാപ്പി. സ്മോൾ ചേഞ്ചസ് ഹാപ്പനിങ്. ഒരാൾക്കെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഈ ടോക്ക് വഴി
കിട്ടുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി. സോ താങ്ക് യു സോ മച്ച്. സർ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.